ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തിന്റെ 57-ാമത്തെ ക്ലാസ്സിലേക്കാണ് 2025 മാർച്ച് മാസം 17-ാം തീയതി നാം പ്രവേശിക്കുന്നത്. കഴിഞ്ഞ 56 ക്ലാസ്സുകളിലായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് ഇടപെട്ട വിഷയങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുന്നതിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ രാത്രിയിൽ തുടർന്നുള്ള സമയം നാം ഒന്നിച്ച് ചിന്തിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളാണ് നാം ഒന്നിച്ച് വായിച്ച് ചിന്തിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഇവിടെ കർത്താവ് തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറയുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 15-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ് ചിന്തിച്ചപ്പോൾ പിതാവാം ദൈവത്തിന്റെ സാക്ഷാൽ മുന്തിരിവള്ളി, മുന്തിരിത്തോട്ടം, പിതാവാം ദൈവം, അതിൻ്റെ ഉടമസ്ഥൻ, അതിൻ്റെ കൊമ്പുകൾ, 5 വിധ കൊമ്പുകളെ കുറിച്ച് നാം ചിന്തിപ്പാട്ടിടയാത്തുള്ളത്. അതിന് വേഗത്തിൽ 5 കൊമ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടി ഞാൻ എടുത്ത് വേഗത്തിൽ പറഞ്ഞിട്ട് നമ്മളതിൽ ഏതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് വിചിന്തനം ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് നന്നായിരിക്കും. ദൈവനെ വായിക്കുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നാം കുറവുകളെ കണ്ടെത്തി നമുക്ക് ജീവിക്കേണ്ടതുപോലെ ജീവിപ്പാനും ആകേണ്ടതുപോലെ ആകുവാനുള്ള ആഗ്രഹമുണ്ടാകുന്നത്. 5 വിധ കൊമ്പുകൾ, 3 വിധ കൊമ്പുകൾ അത് ഫലം കായ്ക്കുന്നതാണ്. അതിൽ നമുക്ക് കാണാൻ 30 മേനിയും 60 മേനിയും 100 മേനിയും കായ്ക്കുന്ന കൊമ്പുകളാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ക്രിസ്തുവിൽ വസിക്കുന്ന, മുന്തിരിവള്ളിയിൽ വസിക്കുന്ന കൊമ്പുകൾ, അതിനെയാണ് 30 മേനി എന്നുള്ള അർത്ഥത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കായ്ക്കുന്ന കൊമ്പുകൾ 60 മേനിയിലും ദൈവം അധികമായി ചെത്തി വെടിപ്പാക്കുന്ന കൊമ്പുകൾ അത് 100 മേനിയിലും വരുന്നു. അപ്പോൾ 3 തരം കൊമ്പുകളെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കർത്താവിൽ വസിക്കുന്ന കൊമ്പുകൾ, അതാണ് ഒരു വിശ്വാസിയുടെ ദശാരംഭ ഘട്ടം. അതാണ് നാം കർത്താവിൽ വചനത്തിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ കൽപ്പനകളെ നാം അനുസരിക്കുമ്പോൾ നാം അവനിൽ വസിക്കുന്നു. അപ്പോൾ കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കായ്ക്കുവാൻ കഴിയുകയില്ല എന്ന് ദൈവം. അപ്പം നമ്മൾ ഭൂമിയിൽ ആയിരിക്കുന്നു, വിവിധമായിരിക്കുന്ന പല പ്രസ്ഥാനങ്ങളുടെയും അല്ലെങ്കിൽ മതങ്ങളുടെയും ഒക്കെ കൊമ്പുകളായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ദൈവം നമ്മെ മാറ്റിയെടുത്ത് ദൈവത്തിന്റെ ശക്തിയിലേക്ക്, അവന്റെ കൃപയിലേക്ക് നമ്മെ കൊണ്ടുവന്നു. ദൈവം ആഗ്രഹിക്കുന്നത് അവനിൽ വസിക്കാൻ വേണ്ടിയാണ്. അവന്റെ കൽപ്പനകൾ നാം പൂർണ്ണമായും അനുസരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവനിൽ വസിക്കാൻ തുടങ്ങുന്നതിനെ കുറിച്ചാണ് കൊമ്പുകൾ, വസിക്കുന്ന കൊമ്പുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞാൽ ക്രിസ്തീയ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ജീവിതമാണ് പ്രാകാരത്തിലുള്ള ജീവിതം. 30 മേനിയാണ് വിളയുന്നത്. അത് കൊമ്പുകളാണ്. കർത്താവിന്റെ പിതാവാം ദൈവത്തിന്റെ തോട്ടത്തിൽ നട്ടിരിക്കുന്ന യേശുമാകുന്ന ഭൂമിയുടെ മധ്യഭാഗത്ത് എവിടെയാണോ മനുഷ്യനെ സൃഷ്ടിച്ചത് അവിടെയാണ് കുഞ്ഞാടിന്റെ രക്തം ചൊരിയപ്പെടുവാടെത്തുന്നത്. മറ്റൊരു സ്ഥലം അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. എവിടെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്നതിന്റെ ഉത്തരം, എവിടെ രക്ഷയുടെ വഴി തുറക്കപ്പെട്ടുവോ അവിടെയാണ് യേശുവിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയെടുത്താണ് മനുഷ്യനെ മെനയുവാനെടുത്ത് മണ്ണും എടുത്തെന്നുള്ളത് നാം ഉൽപ്പത്തി പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചിരുന്നു. അപ്പോൾ പിതാവാം ദൈവം നട്ടിരിക്കുന്ന തൈ ഭൂമിയുടെ മധ്യഭാഗത്ത് നട്ടിരിക്കുന്നു. അത് ആ തോട്ടം മറ്റൊന്ന് വ്യത്യസ്തമായി സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തുവിന്റെ അനേക കൊമ്പുകൾ അന്നു മുതൽ അത് പടരുവാൻ തുടങ്ങി. ആ കൊമ്പുകൾ യെരൂശലേമിൽ മാത്രം ഒതുങ്ങിയില്ല, അത് യഹൂദയിൽ മാത്രം ഒതുങ്ങിയില്ല, അത് ശമരിയിൽ മാത്രം ഒതുങ്ങിയില്ല, അത് ലോകത്തിന്റെ അറ്റത്തോളം എത്തി ഫലം കായ്ച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കാണ് റോമർക്കെതിരെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, സർവ്വലോകത്തിലും എന്നതുപോലെ എത്തി നിങ്ങളുടെ ഇടയിലും അടുക്കലും എത്തി അത് ഫലം കായ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൊമ്പുകളാകുന്ന ദൈവത്തിന്റെ സഭയാം വിശ്വാസികളെ ദൈവം ഒരു സ്ഥലത്ത് മാത്രമല്ല കണ്ടിരുന്നത്, അത് ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തി ഫലം കായ്ക്കുന്നതിനെ കുറിച്ചാണ്
നമുക്ക് വളരെ 1-ാം നൂറ്റാണ്ടിലെ സഭയോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ അതിന് വളരെ വലിയൊരു വളർച്ച ഉണ്ടാകുവാനിടയാത്തുന്നത്. കാരണം ഭൂമിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവന്റെ പ്രവൃത്തികൾ ആരംഭിച്ചപ്പോൾ അത് ലോകത്തിൽ പരക്കുവാനിടയാത്തിരുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഈ വചനം അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ വലിയൊരു ശക്തിയോടത് അതിൻ്റെതായിട്ടുള്ള പ്രവൃത്തിയിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് ഈ ദിവസം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ ഫലം കായ്ക്കുന്ന കൊമ്പുകളായി തീരുവാൻ വേണ്ടിയാണ് അവനിൽ നമ്മളെയൊക്കെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ 1-ാമത്തെ 8-ാം നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ സുവിശേഷം സർവ്വലോകത്തിലും റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അവരുടെ വിശ്വാസത്തെ ചുമന്നിരിക്കുകയാണ്, സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെ വിശ്വാസം മറ്റുള്ള എല്ലാ സഭകളിലേക്കും അതെന്ത് ചെയ്തു, അത് പ്രസിദ്ധമായി തീരുവത്തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായിരുന്നു റോമയിലുള്ള ദൈവസഭ എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫലം കായ്ച്ചു ലോകത്തിലേക്ക് വ്യാപരിച്ചു. അത് ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് ഇവിടെ ദൈവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ദൈവത്തിന്റെ വചനം അത് വ്യാപരിക്കും തോറും അത് കൊമ്പുകൾ അതിൽ പൊട്ടി മുളയ്ക്കുവാൻ തുടങ്ങും. അങ്ങനെ മുളയ്ക്കുന്ന കൊമ്പുകൾ അത് ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് യേശുവിന്റെ വചനത്തിന്റെ ആ ജീവൻ വ്യാപരിച്ചു കഴിയുമ്പോൾ അവർ അത് കായ്ക്കുവാൻ തുടങ്ങും. ആ കായ്ക്കുന്ന കൊമ്പുകൾ 60 മേനിയിലേക്ക് വരുന്നു. അവർ വിശുദ്ധ സ്ഥലത്തിന് യോഗ്യരാകുന്നതാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിനോടുകൂടി കർത്താവിനെ ആരാധിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തുമ്പോഴാണ് 60 മേനിയായിത്തീരുന്നത്. അതിൽ നിന്നും വീണ്ടും കഷ്ടനഷ്ട പ്രയാസങ്ങളോടൊക്കെ കടന്നുപോയി ദൈവം നമ്മെ ചെത്തിവെടിപ്പാക്കി 100 മേനിയാക്കുമ്പോൾ ലോകത്തെയും ജഡത്തെയും ജയിച്ച ഒരു വിശ്വാസി 100 മേനിയാകുന്ന സാത്താനെ ജയിച്ച് ജയാളിയായി മുൻപോട്ട് പോകുന്നതിനെയാണ് അധികം ഫലം കായ്ക്കുന്നത്. അപ്പോൾ അധികം ഫലം കായ്ക്കാൻ വേണ്ടിയുള്ള ചെത്തി മിനുക്കുകൾ ഉള്ളതിനെയാണ് ദൈവസഭയ്ക്കുള്ള കഷ്ടതകൾ, പ്രയാസങ്ങൾ എന്ന് പറയുന്നത്. കാരണം അത് സുവിശേഷത്തിലുള്ള ബന്ധത്തിലാകാം, മറ്റു വിവിധ വിഷയങ്ങളുള്ള ബന്ധത്തിലായി, ഏതായാലും കഷ്ടം സഹിക്കാതെ മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയത്തില്ല. അപ്പോൾ ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ അതിൽ തളർന്നു പോകുവാനല്ല, നമ്മെ ചെത്തി വെടിപ്പാക്കി കർത്താവ് ഏറ്റവും അധികം ഫലം കായ്ക്കുന്നവരായി തീരുവാൻ നമ്മുടെ മേൽ ദൈവം ചെയ്യുന്ന എല്ലാ ദൈവ പ്രവർത്തികളെ കുറിച്ചുമാണ് കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചത്. 3 തരം കൊമ്പുകൾ: 1 വസിക്കുന്ന കൊമ്പ്, 2 കായ്ക്കുന്ന കൊമ്പ്, 3 ഏറ്റവും അല്ലെങ്കിൽ വളരെ ഫലം കായ്ക്കുന്ന കൊമ്പുകൾ. 4-ാമത്തെ കൊമ്പ് എന്ന് പറയുമ്പോൾ വിശ്വാസി വന്നിട്ടും കൊമ്പായി തീരുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടും കായ്ക്കാതെ നിന്നിട്ട് ഒരു പ്രയോജനമില്ലാതെ നിൽക്കുന്ന ദൈവം നീക്കിക്കളയുന്ന കൊമ്പുകളാണ് മറ്റൊരു തരം കൊമ്പുകൾ. വിശ്വാസം വന്ന് ശരിയാണ്, പക്ഷേ പ്രവൃത്തി ശരിയാകുന്നില്ല എങ്കിൽ, പരിശുദ്ധാത്മാവിന് ഹിതമാകുന്നില്ല എങ്കിൽ ദൈവം പറഞ്ഞു, അവന്റെ പേര് ഞാൻ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയുന്നു. പാപം ചെയ്യുന്നതിന്റെ പേര് ഞാൻ എൻ്റെ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. അത് വിചാരിക്കുന്നത് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് പരിപാടി ചെയ്താലും ദൈവം പേര് മായ്ക്കത്തില്ലെന്ന, തെറ്റിപ്പോകാൻ പാടില്ല. ഇപ്പൊ ചിലർ പറയും യഥാർത്ഥമായി രക്ഷിക്കപ്പെടുന്നവര് അത് ഒരിക്കലും രക്ഷ നഷ്ടപ്പെട്ടു പോകത്തില്ല എന്ന് സംസാരിക്കുന്നവരുണ്ട്. ഏതായാലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, എത്ര വലിയ ശുശ്രൂഷ ചെയ്താലും ഏതെല്ലാം കാര്യങ്ങൾ ചെയ്താലും അത് ദൈവത്തിന്റെ സന്നിധി നീതിയല്ല എങ്കിൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിലല്ല എങ്കിൽ ദൈവം അതിനെ നീക്കിക്കളയും എന്നുള്ളത് നമുക്ക് എബ്രായ ലേഖനത്തിൽ കഴിഞ്ഞ ദിവസം 6-ാം തീയതിയിൽ വായിച്ച് ചിന്തിപ്പാനിടയാത്തുന്നു. അപ്പോൾ അത് ദൈവം നീക്കിക്കളയും, ആ കൊമ്പുകളെ ദൈവം അതിൽ നിന്ന് നീക്കിക്കളയും എന്നുള്ളതും, അങ്ങനെ നീക്കിക്കളയുന്ന കൊമ്പുകൾ അത് കടുത്ത ശിക്ഷയ്ക്ക് വേണ്ടി മാറ്റപ്പെടുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ 4-ാമത്തെ കൊമ്പുകളെ കുറിച്ചും നമ്മൾ ചിന്തിച്ചത്. 5-ാമത്തെ കൊമ്പെന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരിൽ വസിക്കാത്ത കൊമ്പുകൾ ആണ് 5-ാമത്തെ കൊമ്പുകൾ. അത് ജാതികളെ കുറിച്ച് പറയുന്നു. നമ്മൾ വസിക്കാത്ത കൊമ്പുകളായിരുന്നു, യാതൊരു ബന്ധമില്ലാത്ത കൊമ്പുകളായിരുന്നു, അന്യപ്പെട്ട് കിടന്നവരായിരുന്നു, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തവരായിരുന്നു, ഒരു പ്രശസ്തിയും പറയാനില്ലാത്തവരായിരുന്നു, ഒന്നും പറയാനില്ലാത്തവരായിരുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അവന്റെ വചനം നമ്മുടെ ഉള്ളിൽ വീണപ്പോൾ അവന്റെ ഭാഗമായി തീരുവാൻ, ദൈവസഭയുടെ ഭാഗമായി തീരുവാൻ, പിതാവാൻ ദൈവത്തിന്റെ തോട്ടത്തിൽ യേശു ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയുടെ കൊമ്പുകളായി തീരുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ഇന്ന് രാത്രി ദൈവകൃപയ്ക്കായ സ്തോത്രം. വസിക്കാത്ത കൊമ്പുകളായിരുന്ന
അവനുമായി യാതൊരു ബന്ധമില്ലാതിരുന്ന നമ്മെ ആ അതിലേക്ക് കൊണ്ടുവന്നത് യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ്. പിതാവാൻ ദൈവത്തിന്റെ ദൈവസ്നേഹമാണ് നമ്മെ ഈ ദൈവത്തിലേക്ക് അടുപ്പിച്ചത്. ഇന്ന് രാത്രിയിൽ ആത്മാവ് ദർശിക്കണം. ഞാൻ ചെതറപ്പെട്ടു പോയതായിരുന്നു, അന്യപ്പെട്ടു പോയതായിരുന്നു, യാതൊന്നും പറയാൻ കാര്യമില്ലാത്തവനായി, അതെ, ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമില്ലാത്ത ദൈവത്തിൽ വസിക്കാത്തവരായിരുന്നു. ദൈവകൽപ്പനകളെയോ ദൈവത്തിന്റെ സ്നേഹത്തെയോ തിരിച്ചറിയാതെ ഞാൻ നിങ്ങളും ഈ ലോകത്തിൽ മാറി നിന്നവരായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ നമ്മെ ചേർത്ത് അവനിൽ വസിപ്പാൻ ദൈവം കൃപ ചെയ്തപ്പോൾ നാം അവന്റെ കൊമ്പുകളായി തീരുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിൽ നിന്ന് പടിപടിയായി വർഷങ്ങളായി ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിപ്പാൻ, അത് പൂക്കുവാനും കായ്ക്കുവാനും ദൈവമായ കർത്താവ് കൃപ ചെയ്തു. അതിനായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാം. വീണ്ടും നാം മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, ഇതുവരെ നാം ഒന്നും ആയിട്ടില്ല. ഇനിയും അധികം ഫലം കായ്ക്കുവാൻ. അതേ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കൊമ്പിൽ ഒരു കൊമ്പായി വസിച്ചാൽ മാത്രം പോരാ. അതെ, ഫലം കായ്ച്ചത് നല്ല കാര്യമാണ്. എന്നാൽ അധികം ഫലം കായ്ക്കാൻ വേണ്ടി ദൈവവചനത്താൽ ചെത്തി വെടിപ്പാക്കുന്നവരായി തീരുവാൻ ദിവസം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരിക്കലും ദൈവത്തിന്റെ വചനത്തിന്റെ വാൾ ഉപയോഗിച്ച് നമ്മെ നിഷ്ഫലമാണെന്ന് കണ്ടുകൊണ്ട് അവരിൽ നിന്ന് നീക്കിക്കളയാതിരിക്കുവാൻ, ദൈവസഭയെ നമ്മളെ നീക്കിക്കളയാതിരിക്കുവാൻ ദിവസം ദൈവത്തോടെ കർത്താവെ അങ്ങയുടെ കൃപയ്ക്കുള്ളിനെ പൊതിയണമേ. കർത്താവെ മനഃപൂർവ്വമായി പാപം ചെയ്യുവാനിടയാകാതെ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിച്ച് അങ്ങയെ ഭയപ്പെട്ട് അങ്ങയുടെ കൽപ്പനകളെ ദൈവമേ പ്രമാണിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹത്തിൽ വസിപ്പാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഈ 5 വിധ കൊമ്പുകൾ ഏതാണെന്നുള്ളത് 15-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ കഴിഞ്ഞ് ചിന്തിച്ചിരുന്നു. ഫലം കായ്ക്കും എന്നുള്ള ദൈവത്തിന് അറിയാം. ഇന്ന് രാത്രിയിലും ദൈവത്തിന് 2025 അനേകരുടെ ഫലം വർദ്ധിക്കുവാൻ കർത്താവ് ഇടയായിത്തീരും. അതെ, നമുക്ക് ഒന്നുമായിട്ടില്ല. എൻ്റെ പ്രാർത്ഥന പോരാ, എൻ്റെ പ്രവർത്തനം പോരാ. ദിവസത്തിൽ കർത്താവിന്റെ കൃപയാൽ അനേകരെ കർത്താവിലേക്ക് എനിക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് കൃപ നൽകണം. ഈ ദിവസത്തിൽ ഫലം കായ്ക്കണം. നമുക്കത് ദൈവഫലം എന്ന് പറയുന്നത് നമുക്കറിയാം, ആത്മാവിന്റെ ഫലം ഉണ്ടെങ്കിൽ മാത്രമേ ദിവസങ്ങളിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ, ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഒരു വൃക്ഷത്തിന്റെ ഫലം നോക്കിയാണ് അതിനെ തിരിച്ചറിയുന്നത് പോലെ ദൈവമക്കളെ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ മറ്റു പലരും നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ പത്രങ്ങളായി തീരുവാൻ, അവന്റെ സ്വഭാവം നമ്മളിൽ പകരപ്പെടുവാൻ, അവന്റെ ദിവ്യ സ്വഭാവത്തെ കൂട്ടവകാശിയെ തീർന്നുകൊണ്ട് അധികം ഫലം കായ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതേക്കുറിച്ചാണ് കർത്താവ് അവരോട് ഒലിവുമലയിലുള്ള ബന്ധത്തിൽ സംസാരിച്ച് അവരെ മനസ്സിലാക്കി കൊടുത്തത്. അതിനുശേഷം കർത്താവ് പറയാണ്, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. പിതാവ് എങ്ങനെയാ തന്റെ പുത്രനെ സ്നേഹിച്ചത്? തന്റെ പുത്രനെ എങ്ങനെയാ സ്നേഹിച്ചത്? വാസ്തവത്തിൽ പിതാവാം ദൈവം തന്റെ പുത്രനെ സ്നേഹിച്ചത് അത് അവന് കഷ്ടത കൊടുത്തുകൊണ്ടായിരുന്നു. അവന് ലോകത്തിൽ വന്ന് കഷ്ടമനുഭവിപ്പാൻ, മരിക്കുവാൻ അവൻ ഉയർത്തിയത്, അഥവാ കഷ്ടം സഹിച്ച് മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്റെ പുത്രനെ സ്നേഹിച്ചു. നമ്മൾ വിചാരിക്കും സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സ്നേഹമെന്നാണ് മനുഷ്യൻ ചിന്തിച്ചു വെച്ചത്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒന്നും ഇല്ലാതെ, ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്നതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത്. പറഞ്ഞാൽ സ്നേഹം എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് കാണത്തില്ല, ഐക്യത കാണും. സ്നേഹമുള്ളിടത്ത് ഐക്യതയുണ്ട്. ഒരു കുടുംബത്തിൽ അത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവത്തിന്റെ വചനം പറയുമ്പോൾ പിതാവിനെ സ്നേഹിക്കുന്ന പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഇവിടെ 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞ് 14-ാം അധ്യായം തുടങ്ങിയിട്ട് 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫലം കായ്ക്കുന്നതിനുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞിട്ട് പറയുകയാണ്, എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ ഇവിടെ വിശ്വസിച്ച ശേഷമായി വിശ്വാസം അത് വസിക്കുന്നതിന് അനുഭവത്തിലേക്ക്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്ന പോലെ നമുക്കറിയാം, നാം ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ അതിനെ കാണുവാൻ അല്ലെങ്കിൽ പ്രാപിപ്പാനുള്ള വ്യഗ്രത ഉണ്ടാകും. നിങ്ങൾക്ക് നല്ലൊരു സ്ഥലത്തെക്കുറിച്ച് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ, അതേക്കുറിച്ച് അറിവ് കിട്ടിയാൽ അത് കണ്ട് അവിടെ പോയി താമസിക്കാനൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ദൈവജനത്തിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ വിശ്വാസം നമുക്ക് വചന കേൾവിയാൽ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധമുണ്ടാകുവാനുള്ള ആഗ്രഹത്തെയാണ് ഇവിടെ കഥ പറഞ്ഞത് വസിപ്പാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിതാവ് തന്റെ പുത്രനെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിപ്പീൻ എന്ന കഥ പറഞ്ഞു. എന്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങളും വസിപ്പീൻ. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകളെ പ്രമാണിച്ച്
അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഇവിടെ കർത്താവ് പിതാവാൻ ദൈവത്തിന്റെ പുത്രനെ സ്നേഹിച്ചത് ആ സ്നേഹം അത് തികഞ്ഞ ഐക്യതയിലാണ്. പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്നുള്ള ദൈവീയ തൃത്വം തികഞ്ഞ സ്നേഹത്തിൽ തികഞ്ഞ ഐക്യതയിലാണ് ആയിരിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് അതിന്റെ അർത്ഥം എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആ പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പൊ പിതാവ് തന്റെ ദൈവം ലോകത്തെ സ്നേഹിച്ചപ്പോൾ തന്റെ പുത്രനെ എന്ത് ചെയ്തു? തകർത്ത് കളയുവാൻ ഏൽപ്പിച്ചു കൊടുത്ത സ്നേഹം. ഇപ്പൊ പിതാവാൻ ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ കഷ്ടത കൊടുത്തു. അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കരുത് സ്നേഹമെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത ജീവിതമാണെന്ന് വിചാരിക്കരുത്. സ്നേഹത്തിൽ കഷ്ടതയുണ്ട്, സ്നേഹത്തിന് പ്രവൃത്തിയുണ്ട്. അതല്ലാതെ വാക്കുകളല്ല സ്നേഹം എന്നുള്ളത്. നമുക്ക് വാക്കുകൊണ്ടൊക്കെ ഒരുപാട് സ്നേഹം കാണിക്കാൻ പറ്റും, നമുക്ക് പറയാൻ കഴിയും. എന്നാൽ യഥാർത്ഥമായ സ്നേഹം എന്നുള്ളത് പ്രവൃത്തിയാൽ വെളിപ്പെടുന്നതാണ്. നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഒരാ ചിന്ത വർത്തമാനമൊക്കെ കേട്ട് നമ്മൾ വിചാരിക്കും അയ്യോ ഭയങ്കര സ്നേഹമാണെന്ന് വിചാരിക്കും. പക്ഷെ വാക്ക് മാത്രമേ കാണത്തുള്ളൂ, പക്ഷേ പ്രവൃത്തിയിലൊന്നും കാണത്തില്ല. അങ്ങനെയല്ല പിതാവാൻ ദൈവത്തെ സ്നേഹിച്ചത്. പിതാവാൻ ദൈവം തന്റെ പുത്രനെ സ്നേഹിച്ചത് വാക്കുകൊണ്ടല്ല. അവര് പിതാവാൻ ദൈവം എന്ത് പറഞ്ഞാലും അതനുസരിക്കുമെന്നുള്ളത്, ആ കൽപ്പന അനുസരിക്കുമെന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് പിതാവാൻ ദൈവം തന്റെ പുത്രനെ സ്നേഹിച്ചപ്പോൾ നമ്മെ സ്നേഹിച്ചത്. അതുപോലെ നമ്മളും സ്നേഹത്തിൽ വസിപ്പിന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്. ഇവിടെ എഫെസ്യ ലേഖനം 5-ാം അധ്യായം 25-ാം വാക്യം വിവാഹത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെയും കാണാൻ സാധിക്കുന്നത് ചോദിക്കുന്നെല്ലാം വാങ്ങിക്കൊടുക്കുന്ന അല്ല സ്നേഹം. വിചാരിക്കും ഈ സ്നേഹം എന്നുള്ളതിന്റെ ശരിയായുള്ള അർത്ഥം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എന്താ സ്നേഹം മനസ്സിലാകുകയുള്ളൂ. ഈ സ്നേഹം എന്ന് പറയുമ്പോൾ പിതാവ് തന്റെ പുത്രനെ സ്നേഹിച്ചു. അത് നിത്യമായ സ്നേഹമാണ്, മാറ്റമില്ലാത്ത സ്നേഹമാണ്. എന്നാൽ ആ സ്നേഹം മുഖാന്തരമായി ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് കണ്ടുവച്ചിരുന്നത് തന്റെ പുത്രൻ ആ സ്നേഹത്തിൽ, പിതാവാൻ ദൈവത്തിന്റെ സ്നേഹത്തിൽ അവൻ താണലോകത്തിൽ വന്ന് നിന്ദിക്കപ്പെടണം, പരിഹസിക്കപ്പെടണം, കഷ്ടം സഹിക്കണം, അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കണം. അത് മുഖാന്തരമായി അനേക വിശുദ്ധന്മാർ, ദൈവപുത്രന്മാർ പുത്രത്വം പ്രാപിച്ച് പിതാവിനോടുകൂടെ വസിക്കണം എന്നുള്ളത് ദൈവപദ്ധതിയാണ്. ഒരു വർധനവ് ആവശ്യമുണ്ടെങ്കിൽ രാത്രി ഞാൻ പറയുക, അവിടെ സ്നേഹം വ്യാപരിച്ചേ മതിയാകുകയുള്ളൂ. ഏറ്റവും നാം ചിന്തിക്കേണ്ടത് ദൈവസഭയുടെ വർധനവ്, അല്ലെങ്കിൽ കുടുംബത്തിന്റെ സ്നേഹത്തിന്റെ വർധനവ്, അത് ഏതെല്ലാം കാര്യങ്ങളിൽ ഉണ്ടാകണമെങ്കിലും ആ വർധനവുണ്ടാകണമെങ്കിൽ, നല്ല കാര്യങ്ങളുടെ വർധനവുണ്ടാകണമെങ്കിൽ അവിടെ സ്നേഹം വെളിപ്പെടണം. പിതാവ് തന്റെ പുത്രനെ സ്നേഹിച്ചതുകൊണ്ട് അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കാൻ വേണ്ടി യേശു ക്രിസ്തു കഷ്ടം സഹിച്ചു. അത് സ്നേഹത്തിനുള്ളവായതാ. എന്ന് പറഞ്ഞാൽ പുത്രൻ കഷ്ടം സഹിച്ചില്ലെങ്കിൽ ഈ പറയുന്ന തേജസ്സിന്റെ മക്കൾ ഉളവാകത്തില്ല. അപ്പോൾ അതിപ്പോ കർത്താവോടെ പറയുന്നത്, എന്റെ പിതാവ് എന്നെ സ്നേഹിച്ച് ഞാനിപ്പോൾ പോകുന്നത് അവന്റെ കൽപ്പന പ്രമാണിക്കാൻ വേണ്ടി പോവുകയാ, അത് ക്രൂശിൽ അത് തികച്ചെടുക്കാൻ വേണ്ടി പോവുകയാ. നിങ്ങളും എന്നെ പിൻപറ്റിയേ മതിയാകുള്ളൂ. രാത്രിയിൽ മനസ്സിലാൻ വിചാരിക്കുന്നു, പുത്രനെ സ്നേഹിച്ച സ്നേഹം ദൈവസഭയെ സ്നേഹിച്ചത് കെട്ടിപ്പിടിച്ചിരിക്കാമെന്നല്ല, അതല്ല സ്നേഹം. വാക്കുകൾ പറഞ്ഞിരിക്കാമെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം അതല്ല. പുത്രൻ കഷ്ടം സഹിച്ച് നമ്മെ രക്ഷിച്ചെങ്കിൽ അതേ കഷ്ടം സഹിച്ച് ദൈവസഭയുടെ വർധനവിന് വേണ്ടി നാം യേശുവിനെ സ്നേഹിക്കുമ്പോൾ അവന്റെ കഷ്ടങ്ങളിൽ കുറവായത് ദൈവസഭയാൽ പൂർത്തീകരിക്കപ്പെടണമെന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. രാത്രി മനസ്സിലാൻ വിചാരിക്കുന്നു. പക്ഷെ ഒരുപക്ഷെ നമ്മൾ സ്നേഹം വിചാരിക്കുന്നത് വഴക്ക് പിടിക്കാതിരിക്കുന്ന, മറ്റു കുഴപ്പമൊന്നുമില്ല എന്ത് പറഞ്ഞാൽ യേശു പറയുന്ന രീതിയിലുള്ള ചിന്തയായിരിക്കാം പലപ്പോഴും സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനത്തെ ഒരു സ്നേഹമല്ല കർത്താവ് പറഞ്ഞത്. ഇവിടെ സ്നേഹം എന്താ പറയാണ്, ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നു പോലെ എന്ന് പറഞ്ഞാൽ എന്നെ തകർത്ത് കളയുവാൻ വേണ്ടി പിതാവ് ഇഷ്ടപ്പെടുന്നതിന്റെ പിൻപിലും ഒരു വലിയ സ്നേഹം അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവസഭയെ ക്രിസ്തു സ്നേഹിച്ചിരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് നിർവഹിച്ചു തരും. എന്നാൽ ഉന്നമനത്തിന് വേണ്ടി, അനേകരുടെ വിടുതലിന് വേണ്ടി
അനേകരെ ദിവസങ്ങളിൽ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, മരണത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ബാക്കി പറഞ്ഞാട്ടെ, ദൈവം തന്റെ പുത്രനെ സ്നേഹിച്ചതുപോലെ പുത്രൻ സഭയെ സ്നേഹിക്കുമ്പോൾ സഭ കഷ്ടതയിലൂടെ കടന്നു പോകണം. എത്ര പേർക്ക് ഇത് മനസ്സിലായി? പക്ഷെ നാം സ്നേഹത്തിന്റെ ഡെഫിനിഷൻ മറ്റു പലതുമായി ചിന്തിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്, സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ പറയുന്ന എല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ലാതിരിക്കുന്നതിനെയാണ് സ്നേഹമെന്ന് വിചാരിക്കുന്നു. അല്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ സ്നേഹം എന്നുള്ളത് അത് ലോകപ്രകാരമുള്ള സ്നേഹമല്ല. ഈ സ്നേഹം എന്നുള്ള കഷ്ടതയിൽ നിന്നുള്ള സ്നേഹമാണ്. ഈ കഷ്ടത തൽക്കാലത്തേക്കുള്ളൂ. എന്നാൽ ആ കഷ്ടത മുഖാന്തരമായി നിത്യതയിൽ വലിയ ഘനമേറിയ പ്രതിഫലമുണ്ടാകുന്ന കഷ്ടതയാണ് ദൈവം തന്റെ പുത്രൻ പിതാവാൻ ദൈവത്തിന്റെ കൽപ്പനയെ അല്ലെങ്കിൽ സ്നേഹത്തിൽ അവൻ ചെയ്തതുകൊണ്ട്, അവൻ കഷ്ടം സഹിച്ചതുകൊണ്ട് എത്രയോ വലിയ വലിയ വിടുതലാണ് മനുഷ്യവംശത്തിനുണ്ടായത്. അപ്പം ആ സ്നേഹം പിതാവ് തന്നെ സ്നേഹിച്ചതുപോലെ പുത്രനായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുവും തന്റെ സഭയെ സ്നേഹിക്കുന്നുണ്ട്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നപ്പോൾ ആ സ്നേഹം അവിടെ വെളിപ്പെട്ടു. പിതാവ് സ്നേഹിച്ച സ്നേഹം അത് പുത്രനെ കാൽവരിയിൽ തകർത്ത് കളഞ്ഞെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അനവധി ഭക്തന്മാർ സുവിശേഷത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, മാനവവംശത്തിന്റെ രക്ഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടി യേശു ക്രിസ്തുവിന്റെ സഭയുടെ അംഗങ്ങളായി തീർന്ന് ആ സ്നേഹത്തിൽ വസിച്ചതുകൊണ്ടാണ് ഈ സുവിശേഷം ലോകത്തിൽ പരക്കുവാനിടയാത്തുന്നത്. രാത്രി എന്താ സ്നേഹം എന്ന് മനസ്സിലായല്ലോ. എന്താണ് ദൈവോദ്ദേശ സ്നേഹം എന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. ഇപ്പൊ പുത്രനെ പിതാവാൻ ദൈവം സ്നേഹിച്ചപ്പോൾ അവര് ആ സ്നേഹം വെളിപ്പെട്ടത് ഒരു വർധനവിന് വേണ്ടിയായിരുന്നു. എന്നെ നിങ്ങളെയും ആത്മീയ സമരരാക്കി തീർക്കുവാൻ വേണ്ടി, പിതാവാൻ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി അവൻ നമ്മളെ സ്നേഹിപ്പാൻ ഇടയാത്തുന്നു. അതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല. അതുകൊണ്ടാണ് കർത്താവ് തന്റെ ജീവനെ തന്നത് എന്നുള്ളത് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ സ്നേഹത്തിന്റെ പിമ്പിൽ കഷ്ടതയുണ്ടെങ്കിലും അതിന്റെ പിമ്പിൽ വലിയ നിത്യതയിൽ വലിയ സന്തോഷമുണ്ട്. ഒരിക്കലും കഷ്ടതയില്ലാത്ത നിത്യതയിലേക്കാണ് കർത്താവ് കൊണ്ട്. എന്നാൽ ലോകത്തിന്റെ സ്നേഹം, സാത്താന്റെ സ്നേഹം നേരെ തിരിച്ചാണ്. ഇവിടെ സുഖലോലുപരാക്കി വിടാമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വഞ്ചിച്ച് പാപത്തിന്റെ ചതിയിൽപ്പെടുത്തി അവനെ ലോകത്തിന്റെ ആ സ്നേഹത്തിൽ പെടുത്തി കഴിയുമ്പോൾ മറന്നുപോകരുത്, തെറ്റിപ്പോകരുത്, വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഇവിടുത്തെ താൽക്കാലികമായ സുഖ ലോലുപ അവസ്ഥകൾക്ക് വേണ്ടി ഈ സാത്താന്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ, ഇവിടുത്തെ നന്മയുടെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് നിത്യമായിരിക്കുന്ന ദുഃഖവും കഷ്ടതയും പ്രയാസവുമായിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ യഥാർത്ഥമായ സ്നേഹം തിരിച്ചറിയണമെന്ന് ഞാൻ ആത്മാവിൽ ഇന്ന് ദൂതറിയിക്കുന്നത്. പിതാവാൻ ദൈവം സ്നേഹിച്ചതുകൊണ്ട് ആ കഷ്ടത കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, തുറന്ന് പറയുന്നുണ്ട്, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ പ്രസവിക്കുന്ന സ്ത്രീക്ക് വേദന ഉണ്ടാകുമെങ്കിലും പിന്നീട്, അതിപ്പോ ഈ സ്നേഹത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്, അപ്പൊ അത് തുടർന്നുള്ള അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് പിന്നീട് ആ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ അവളുടെ വേദന അവൾ പിന്നീട് ഓർക്കുന്നില്ല എന്നതുപോലെ ഈ വർധനവിന് വേണ്ടി പുതിയ ആത്മീയ സൃഷ്ടികൾ, ദൈവത്തിന്റെ വചനപ്രകാരമുള്ള ദൈവമക്കൾ ഉടലെടുക്കുവാൻ വേണ്ടി പ്രസവ വേദനപ്പെടുന്നവരെ എന്നാണ് പൗലോസ് പറഞ്ഞത്. പൗലോസ് പറയാണ്, ഞാൻ പ്രസവ വേദനപ്പെടുന്നു. അപ്പൊ ആ സ്നേഹം അവനിൽ വ്യാപരിച്ചു. അതാണ് യഥാർത്ഥമായ സ്നേഹം. പിതാവാം ദൈവം തന്റെ പുത്രനെ സ്നേഹിച്ചതുകൊണ്ട് അവൻ കഷ്ടം സഹിച്ച് നമുക്ക് വേണ്ടി സ്നേഹം പ്രദർശിപ്പിച്ച് നമ്മെ അവന്റെ മക്കളാക്കി തീർത്തു. ദിവസങ്ങളിൽ നാം എന്തിനാ കഷ്ടം സഹിക്കുന്നത്? നാം ദിവസങ്ങളിൽ ദൈവത്തെ സ്നേഹിക്കുന്നത്? ദൈവം പറയും, എന്നെ സ്നേഹിക്കുന്നവർക്ക് ലോകത്തിൽ കഷ്ടതയുണ്ട്. നിങ്ങൾ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുവോ അത് പ്രിയപ്പെട്ടവരെ എന്റെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കഷ്ടതയല്ല. അത് നമ്മളെ തികവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വിവിധ മേഖല ഉണ്ടായിരിക്കും. നാം രാത്രിയിൽ പ്രാർത്ഥിക്കുന്നതും പരസ്യങ്ങൾ പോകുന്നതും മറ്റു പല കാര്യങ്ങൾക്കും പോകുന്നതും കഷ്ടം സഹിക്കുന്ന ഉപദ്രവം വരുമ്പോൾ അവിടെയും പിടിച്ചു നിൽക്കുന്ന, മരണത്തിന് പോലും തയ്യാറായി നിൽക്കുന്നതിന്റെ കാരണം ക്രിസ്തു മുഖാന്തരമുള്ള പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ആ സ്നേഹം ദൈവസഭയിലേക്ക് വ്യാപരിക്കുന്നുമുണ്ട്. ഇത് തന്നെയാണ് കുടുംബത്തിലും ഉണ്ടാകേണ്ടത്. കുടുംബത്തിലും സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ജോലിയൊന്നും ചെയ്യാതിരിക്കുന്ന അല്ല സ്നേഹം എന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, കഷ്ടം സഹിക്കുവാൻ വേണ്ടിയുള്ളതാണ് ക്രിസ്തീയ ജീവിതം. അതുപോലെ തന്നെ കുടുംബത്തിലും യഥാർത്ഥമായ സ്നേഹം വെളിപ്പെടണമെങ്കിൽ ആ സ്നേഹത്തിന്റെ അകത്ത് കഷ്ടതയുണ്ടായിരിക്കും. അതെ, ആ സ്നേഹം വെളിപ്പെടുന്നിടത്ത് കഷ്ടതയുണ്ടാകും. യേശുക്രിസ്തു തന്റെ പിതാവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അവൻ കഷ്ടം സഹിച്ചെങ്കിൽ ദൈവസഭ ദിവസങ്ങളിൽ
ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി, അവന്റെ സ്നേഹം വെളിപ്പെടുവാൻ വേണ്ടി ഞാനും നിങ്ങളും കഷ്ടം സഹിക്കേണ്ടിയിരിക്കുന്നു. ഒരു കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകണമെങ്കിൽ അതെ, ഭർത്താവ് ഭാര്യ കഷ്ടം സഹിക്കേണ്ടിയിരിക്കുന്നു, വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ വരുമ്പോൾ, സ്നേഹത്തിന്റെ ആ പ്രദർശനം ഉണ്ടാകുമ്പോൾ അവിടെ യഥാർത്ഥമായ സന്തോഷവും ഐക്യതയും ദൈവിക കൽപ്പനകളുടെ പ്രമാണം ഉണ്ടാകും. ഇതാണ് ക്രിസ്തീയ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തെക്കുറിച്ച് ഈ വചനപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അല്ലെ, നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്നേഹത്തെ വസിപ്പിൻ, ഞാൻ എൻ്റെ പിതാവിന്റെ, എന്നാൽ ഇപ്പോൾ ഈ സ്നേഹം എന്താണെന്ന് മനസ്സിലാൽ മറുഭാഗത്തെ സ്നേഹം ഏതെങ്കിലും വന്ന് കവിയോട് കാണിച്ച സാത്താന്റെ സ്നേഹമാണ്. അല്ലെ, അതൊരു സ്നേഹമായിരുന്നു, സ്നേഹപ്രകടനമായിരുന്നു. കർത്താവിന് അങ്ങനെ ഈ നീ അത് കഴിച്ചാൽ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല. യേശു ക്രിസ്തുവിന്റെ കൽപ്പന യേസ് അല്ലെങ്കിൽ നോ എന്നുള്ളതാണ്. ഇത് തിന്നാൽ മരിക്കും. കഥാവതേ പറഞ്ഞുള്ളൂ, എൻ്റെ കുഞ്ഞെ നീ തിന്നരുത്, അങ്ങനെയൊന്നും കഥാ പറഞ്ഞില്ല. കഥാ പറഞ്ഞത് അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്നാളിൽ മരിക്കും. കൽപ്പനയാണ്. അത് കണ്ടീഷൻ വെച്ച് യാതൊരുവിധമായിട്ടുള്ള ദൈവവചനവും ദൈവത്തിന്റെ കൽപ്പനകളും പക്ഷെ മറ്റുള്ളവർക്ക് തോന്നും ഇത് കർക്കശമാണല്ലോ. കൽപ്പന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് അങ്ങനെ ആരെയും അവരെ ഈ ഏതിൽ വന്ന് ഹവ്വയെ ഉപായത്താൽ വഞ്ചിച്ചു പോലുള്ള ഉപായമുള്ള അല്ല യഥാർത്ഥമായ ദൈവസ്നേഹം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാത്താന്റെ സ്നേഹവും ലോകത്തിന്റെ സ്നേഹവും ഉപായത്തിന്റെ സ്നേഹമാ. അവൻ വീഴിച്ചു കളയാനുള്ള സ്നേഹമാ കാണിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം സത്യത്തിന്റെ സ്നേഹമാ. അത് ഉപായത്തിന്റെ സ്നേഹമല്ല. അതിൻ്റെ അകത്ത് വേദന കാണും, ഭാരം കാണും, പ്രയാസം കാണും, ഒന്നും തന്നെ മോഹിപ്പിക്കുന്നതല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, യാഥാർത്ഥ്യങ്ങളാ ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുന്നതെങ്കിൽ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ സാത്താന്റെ സ്നേഹം മുഴുവനും അത് പ്രലോഭിപ്പിക്കുന്നതാണ്, ചതിക്കുന്നതാണ്, അത് വീഴിക്കുന്നതാണ്, നശിപ്പിക്കുന്നതാണ്. എന്നാൽ യേശുവിന്റെ സ്നേഹം അത് സ്നേഹിക്കപ്പെടുന്നവർക്ക് കഷ്ടതയുണ്ടാകും. ഇന്ന് രാത്രിയിൽ സ്തോത്രം പറയാൻ കഴിയുമോ? അതെ, ക്രിസ്തുവിന്റെ സ്നേഹം നിമിത്തം പാരമ്പര്യങ്ങളെ വിട്ടിറങ്ങിക്കഴിഞ്ഞതുകൊണ്ട്, അതെ മറ്റു പലതിനെയും വിട്ട് പോയതുകൊണ്ട് ഒരുപാട് കണ്ണുനീരൊഴുക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, കഷ്ടം സഹിച്ചിട്ടുണ്ട്, ഒരുപാട് നിന്ന് സഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി പറയണം, അതെല്ലാം ഒരു വർധനവിന് കാരണമായി തീരുവാനിടയാത്തുന്നു. അതെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സ്നേഹം നമ്മൾ വസിക്കുന്നത് പോലെ കുടുംബങ്ങളിലും ആ സ്നേഹം വസിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഉപായത്താലുള്ള സ്നേഹമല്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേണ്ടത്. അത് ഉപായത്തോടുള്ള സ്നേഹമല്ല ദൈവസഭയിൽ വേണ്ടത്. എങ്ങനെയാണോ പുത്രനെ പിതാവാൻ ദൈവം സ്നേഹിച്ചത്, അതേപോലുള്ള സത്യമായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള സ്നേഹമാണ് വെളിപ്പെടേണ്ടത്. അത് പിതാവിന്റെ സ്നേഹം പുത്രനിലേക്കും, പുത്രന്റെ സ്നേഹം ദൈവസഭയിലേക്കും, ദൈവസഭയുടെ സ്നേഹം കുടുംബങ്ങളിലും കാണപ്പെടണമെന്നാണ് ഈ വചനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്നേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാകും. ഞാൻ പറഞ്ഞല്ലോ, സ്നേഹത്തെക്കുറിച്ച് പ്രസംഗം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ സ്നേഹത്തിന്റെ ഒരുപാട് ഒത്തുവാക്യങ്ങൾ എടുത്തു വെച്ച് വലിയ നീണ്ട വിധത്തിലുള്ള ഒരു സ്നേഹത്തിന്റെ വലിയൊരു പ്രസംഗം തയ്യാറാക്കാൻ സാധിക്കും. പക്ഷേ ഒത്തുവാക്യങ്ങൾ വെച്ചുകൊണ്ടുള്ള സ്നേഹത്തിന്റെ പ്രസംഗമല്ല ഇന്ന് രാത്രി ദൈവാത്മാ നമ്മോട് അറിയിക്കുന്നത്. അത് ഈ സ്നേഹത്തിനകത്ത് കഷ്ടതയുണ്ട്. അത് ഉപായത്തിന്റെ കാര്യമല്ല, ചതിക്കുന്ന സ്നേഹമല്ല. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. കുടുംബത്തിൽ ഉപായത്തിന്റെ സ്നേഹം, ചതിയുടെ സ്നേഹം ഉണ്ടാകാൻ പാടില്ല. ദൈവസഭയിൽ ചതിക്കുന്ന സ്നേഹം ഉണ്ടാകാൻ പാടില്ല. അതാണ് യഥാർത്ഥമായ സ്നേഹം. സാത്താന്റെ സ്നേഹം മുഴുവനും ബോഷ്കിൻ്റെതാണ്, ചതിയുടേതാണ്. എന്നാൽ നിർമ്മലമായിരിക്കുന്ന ദൈവസ്നേഹമാണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ എത്ര സന്തോഷകരമായിരിക്കും കുടുംബജീവിതം, എത്ര സന്തോഷകരമായിരിക്കും സഭാജീവിതം. അത് നിത്യതയുടെ കനമായി തീരുവാൻ അതിന് നാം കഷ്ടം സഹിക്കേണ്ടിയിരിക്കുന്നു, നാം ഭാരപ്പെടേണ്ടിയിരിക്കുന്നു, പ്രയാസപ്പെടേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് ദൈവത്തിന്റെ വചനപ്രകാരമുള്ള സ്നേഹമായതുകൊണ്ട് അത് അനുദിനം അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് കർത്താവ് വയ്ക്കുന്ന കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ യേശുവിന്റെ സ്നേഹം വർദ്ധിക്കും തോറും കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വരുമ്പോൾ സന്തോഷം വർദ്ധിക്കുമെന്ന്. പൗലോസിനെയും ശീലാസിനെയും അവരെ അടിച്ച് ബന്ധിച്ച് കാരാഗ്രഹത്തിലിട്ടപ്പോൾ അവര് ദൈവത്തെ സ്നേഹിച്ചു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിച്ചതുപോലുള്ള സ്നേഹമാണ് അന്ന് പൗലോസും ശീലാസിന്റെ മറ്റു പല വിശേഷന്മാരും. പക്ഷെ ഇവിടെ തെളിവ് ഞാൻ കൊണ്ടിരിക്കുക, അവർ സ്നേഹിച്ചു. അവരുടെ പുറമെയുള്ള കഷ്ടത
സന്തോഷം പൂർണ്ണമാകുവാൻ സന്തോഷിച്ചെന്നാണ് പറഞ്ഞത്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി കർഷം സഹിക്കുമ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ഒരാരെങ്കിലും ഒന്ന് നേരെ നോക്കി നീ വിശ്വാസിയാണെന്ന് ചോദിച്ചാൽ അന്നേരം ബൈബിൾ താഴെ ഇടുന്നവരാ. എന്നിട്ട് പറയും ഭയങ്കര സ്നേഹമാണെന്ന് പറയും. എന്തൊരു സ്നേഹമാണെന്നറിയാവോ? ആരെങ്കിലും നോക്കി ഒന്ന് കണ്ണുവിട്ടി കാണിച്ചാൽ മതി, വേണമെങ്കിൽ ബൈബിൾ താഴെ ഇടും, യേശു വേണമെന്ന് പറയും. ഭയങ്കര സ്നേഹവും. അതല്ല സ്നേഹം. മനസ്സിലായി വിചാരിക്കുന്നു. പൗലോസ് ശീലാസിലും അവരെ കഷ്ടം സഹിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ആമത്തിലിട്ട് പൂട്ടിയപ്പോഴും ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കഥ പറഞ്ഞു, എന്റെ സ്നേഹം വന്നു കഴിയുമ്പോൾ, യഥാർത്ഥമായ ദൈവസ്നേഹം വന്നു കഴിയുമ്പോൾ, നന്മ ചെയ്ത് കഴിയുമ്പോൾ, ഉപദ്രവം നേരിടുമ്പോഴും ഉള്ളിലൊരു സന്തോഷമുണ്ടാകും. അതാണ് യഥാർത്ഥമായ സ്നേഹത്തിന്റെ വ്യത്യസ്തത. അപ്പോൾ ഈ പൗലോസും ശീലാസും അവര് കഷ്ടം സഹിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? സന്തോഷിച്ചു. അവർ സന്തോഷം എന്താണെന്ന് അറിയാമോ? ആ സന്തോഷത്തിന്റെ ആരാധനയിൽ കാരാഗരം കുലുങ്ങുവാനിടയാത്തുന്നു, അവിടെ ചങ്ങല പൊട്ടുവാനിടയാത്തുന്നു, അവർ അഴിഞ്ഞു വീഴുവാനിടയാത്തുന്നു, വെളിയിൽ കൊണ്ടുവരാനിടയാത്തുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം വ്യാപരിക്കുന്നിടത്ത് കഷ്ടത ഉണ്ടാകുമെങ്കിലും അവിടെ ദൈവശക്തി വ്യാപരിക്കുന്നതാ. രാത്രി ദൈവസ്നേഹത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ കഷ്ടതയുണ്ടെങ്കിലും അവിടെ വ്യാപരിക്കുന്നത് ദൈവശക്തിയാ. അത് കാരാഗങ്ങളെ അത് കുലുക്കുന്നതാണ്, കഥകൾ തുറക്കുന്നതാണ്, ചങ്ങല അഴിഞ്ഞു വീഴത്തക്കവണ്ണമാണ്. അതുകൊണ്ട് ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ കഷ്ടം ക്രിസ്തുയേശു നാം പ്രാർത്ഥിക്കുന്നതൊന്നും വൃഥാവായി പോകത്തില്ല. അത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നാകുമ്പോൾ ഒരു ദിവസം ഇതെല്ലാം നമുക്ക് സന്തോഷമുളവാക്കുവാൻ കാരണമായിത്തീരും. അതോടെ പറയുന്നത്, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചു. കഥാ പറഞ്ഞു, എന്റെ പിതാവ് എന്നെ സ്നേഹിച്ചത്, ഞാൻ ഈ താണലോകത്തിലേക്ക് എന്നെ വിട്ടത് നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാ. കുഞ്ഞുങ്ങളെ, ഞാൻ ഇവിടം കൊണ്ട് തീരത്തില്ല, ഞാൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. വലിയ കഷ്ടതയിലേക്ക്, ആ ക്രൂശ് വണ്ണത്തിലേക്ക് പോകാൻ പോകുക. അവന്റെ കൽപ്പനയെ ഞാൻ ചെയ്യാൻ പോകുക. അത് സ്നേഹമാണ്. എങ്കിൽ മാത്രമേ വിടുതലുണ്ടാകുകയുള്ളൂ. അത് നിങ്ങളും ഞാൻ പോയി അതേ വഴിയിലൂടെ കടന്നു വന്ന് ആ സ്നേഹത്തെ ലോകത്തിന് പ്രദർശിപ്പിക്കും. രാത്രിയിൽ സന്ദേശം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. അതാ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അത് കുറവുകളൊക്കെ ക്ഷമിക്കുവാൻ, അത് കുറവുകളെല്ലാം ക്ഷമിക്കുവാനും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാനുമുള്ള കർത്താവിന്റെ കൽപ്പന നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ ശിഷ്യന്മാരായെന്ന് യേശു പറയപ്പെട്ടിടയായി തീർന്നു. ദിവസങ്ങളിൽ കർത്താവിന്റെ വചനപ്രകാരം ആ പിതാവ് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ആ സ്നേഹം പ്രദർശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അത് ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകക്കാരെ പോലുള്ള സ്നേഹമാകരുത് കേട്ടോ. കൊടുക്ക വാങ്ങലുള്ള സ്നേഹമല്ല വേണ്ടിയത്, അതേ വാക്കുകളുള്ള സ്നേഹമല്ല വേണ്ടിയത്. നന്മയ്ക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വിടുതലിന് വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വരും. ആ കഷ്ടം സഹിക്കേണ്ടി വരുമ്പോൾ സന്തോഷിച്ചോണം. ആ സന്തോഷത്തിന്റെ പിമ്പിൽ ദൈവത്തിന്റെ സ്നേഹമാണ് വ്യാപരിക്കുന്നതാണ് കർത്താവ് പറഞ്ഞത്. അത് തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. പറഞ്ഞു, ഈ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുക, അത് കഷ്ടതയല്ലേ? വലിയ കഷ്ടതയുടെ ഏറ്റവും വലിയ ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ആധിക്യം കർത്താവ് വിളിച്ചു പറഞ്ഞു. എന്താണെന്നറിയാമോ? ഉപദ്രവം ഉണ്ടാകും, പ്രശ്നമുണ്ടാകും, എല്ലാം ഈ ലോകത്തിൽ നമുക്ക് എതിരായിത്തീരും. അവസാനം പറയുകയാണ്, സ്നേഹിതന്മാർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. യേശു പറഞ്ഞു, സ്നേഹിതന്മാർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കുമില്ല. കർത്താവ് പറഞ്ഞത് താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ കർത്താവ് പറഞ്ഞത്. അതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല. ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി വേണമെങ്കിൽ ഒരു സ്നേഹിതന് വേണ്ടി മറ്റൊരു സ്നേഹിതൻ മരിക്കുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് അങ്ങനെയല്ല കർത്താവ് ഉദ്ദേശിച്ചത്. ഇവിടെ കർത്താവ് ഉദ്ദേശിച്ചത് ഈ സ്നേഹിതന് മാത്രമേ നല്ല ശമരിയക്കാനായിരിക്കുന്ന ആരാണ് യഥാർത്ഥമായ സ്നേഹിതൻ എന്ന് കൂട്ടുകാരൻ ആരാണെന്ന് യേശുവിനോട് അന്ന് അവർ ചോദിച്ചു. ആരാണ് യഥാർത്ഥ സ്നേഹിതനെന്ന്? കർത്താവ് ആരാണ് സ്നേഹിതനെന്ന് കാണിച്ചു കൊടുത്തു. നല്ല ശമരിയക്കാരനെ കുറിച്ച് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവനാണ് യഥാർത്ഥമായ സ്നേഹിതൻ. അങ്ങനെ ആ സ്നേഹിതൻ ആയിരിക്കുന്ന ക്രിസ്തു വന്നതുകൊണ്ടാണ് മനുഷ്യനെ മുഴുവൻ ദൈവം സ്നേഹിച്ചു. ലോകത്തിൽ ജനിച്ചതും ജനിച്ചുകൊണ്ടിരിക്കുന്നതും ജനിപ്പാനുള്ളതായ
സകല മനുഷ്യനെയും ദൈവം സ്നേഹിച്ചത് കൊണ്ടാണ് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അവൻ മറുവിലയായി നൽകുവാൻ ഇടയാക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു, ഞാൻ മരിക്കുന്നത് പിതാവാം ദൈവത്തിന്റെ ഹിതമാണ്, അത് മുഖാന്തരമായി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവൻ നൽകുന്നത് സ്നേഹിതന്മാർക്ക് വേണ്ടിയാണ്. നമ്മെ അവന്റെ സ്നേഹിതന്മാരാക്കി തീർത്തു, നമ്മെ കർത്താവ് വിടിവിച്ചു. ആ പദവിയിൽ നിന്ന് ഇവിടെ യേശുക്രിസ്തു മരിക്കുന്നതിന് മുമ്പായി, അവൻ പുനരുത്ഥാനം ചെയ്തതിനു മുമ്പായി സ്നേഹിതന്മാരോടുള്ള ബന്ധത്തിലാണ് ഇവിടെ പറഞ്ഞെങ്കിൽ, നമുക്ക് പുനരുത്ഥാനത്തിന് ശേഷമായ കർത്താവിനെ സഹോദര പദവിയിലേക്കാണ് കൊണ്ടുവന്നുള്ളതിന് നമ്മൾ കഴിഞ്ഞ ചിന്തിപ്പാട്ട്. ഇപ്പോൾ ഓരോ കാര്യങ്ങളും പടിപടിയായിട്ടാണ് ദൈവത്തെ വചനം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ കർത്താവ് പറഞ്ഞു, സ്നേഹിതന്മാർക്ക് വേണ്ടി ആ യഥാർത്ഥമായ സ്നേഹിതനായിരിക്കുന്ന ക്രിസ്തു നല്ല ശമരിയക്കാരൻ ജീവൻ കൊടുക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനേക്കാൾ വലിയൊരു സ്നേഹം ആർക്കുമില്ല. ഇപ്പം യേശു ക്രിസ്തു മനുഷ്യന്റെ മുഴുപാപത്തിന് വേണ്ടി താൻ തന്റെ ജീവനെ കൊടുക്കുന്നതുകൊണ്ട് ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കാൾ വലിയൊരു സ്നേഹം ആർക്കുമില്ല. ഒരുപക്ഷെ ഇവിടെ പലരും പല കാര്യങ്ങൾക്ക് വേണ്ടി രക്തസാക്ഷികളായിട്ടുണ്ടായിരിക്കാം. എന്നാൽ അതൊക്കെയും ഒരു ചെറിയ ആൾക്കാർക്ക് വേണ്ടി, ഒരു കൂട്ടത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയോ ആണെങ്കിൽ അത് അതൊന്നും അല്ല യഥാർത്ഥമായിട്ടുള്ള കാര്യം. ഇവിടെ കഥ പറയാണ്, സ്നേഹിതന്മാർക്ക് വേണ്ടി ആ യേശു ക്രിസ്തു കൊടുത്ത ആ സ്നേഹത്തെക്കാൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവത്തിന്റെ സ്നേഹിതനാക്കി തീർക്കുവാൻ അകന്നുപോയ ശത്രുക്കളായിരുന്ന, ഇതിനാണ് ഇവിടെ അർത്ഥം വരുന്നത്, ദൈവത്തിൽ നിന്ന് ശത്രുക്കളായി തീർന്ന, കോപത്തിന്റെ മക്കളായി തീർന്ന, ശത്രുത്വമായി തീർന്ന, ദൈവത്തോട് ശത്രുക്കളായി തീർന്നു നമ്മെ മിത്രങ്ങളാക്കി മാറ്റിയ ദൈവസ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം. അതെ, ദൈവത്തിന് ശത്രുക്കളായി, പാപത്തിന് വിധിക്കപ്പെട്ടവരായി, സാത്താന്റെ അടിമത്തത്തിലായിരുന്ന ശത്രുക്കളായിരുന്ന എന്നെയും നിങ്ങളെയും യേശു മിത്രമാക്കി തീർത്തത് ദൈവസ്നേഹത്തിൽ നിന്നാണ്. ആ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം. ലോകത്തിലുള്ള മനുഷ്യൻ മുഴുവൻ പാപം ചെയ്ത് ദൈവത്തിന് ശത്രുക്കളായി മാറിയപ്പോൾ, സാത്താന്റെ പക്ഷത്തേക്ക് മാറി അവന്റെ സ്വഭാവത്തിന്റെ, അവന്റെ ചതിവിൽ പെട്ടുപോയപ്പോൾ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പാനിടയാറ്റുന്നു. മനുഷ്യനെ സ്നേഹിച്ച് ശത്രുക്കളെ സ്നേഹിച്ച്, അതുകൊണ്ട് കഥ പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്ന് പഠിപ്പിച്ചത്. അത് പറഞ്ഞ് നിങ്ങൾ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിപ്പെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം മനുഷ്യൻ മുഴുവൻ പാപം ചെയ്ത് ശത്രുക്കളായിരുന്നു. കഥ പറഞ്ഞു, ഈ കുറച്ചുപേരെ കൂട്ടി നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോ എന്റെ സ്നേഹിതന്മാരായി തീർന്നു കേട്ടോ. നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നു, നിങ്ങൾ ശത്രുക്കളായിരുന്നു, എന്നാൽ നിങ്ങളെ ഞാൻ സംസാരിച്ച വചനം മുഖാന്തരം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു. ഇപ്പോൾ നിങ്ങൾ സ്നേഹിതന്മാരായി തീർന്നിരിക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾ മാത്രമല്ല, ലോകത്തിലുള്ള സകല മനുഷ്യരെയും, ശത്രുക്കളായിരുന്ന സകല മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു. ആ സ്നേഹമാണ് ക്രിസ്തുവിന്റെ സ്നേഹം. അതിനേക്കാൾ വലുതായിട്ടുള്ള ഒരു സ്നേഹവും ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം എന്നുള്ളത് ഞാൻ ഇന്ന് ദൈവ ശുശ്രൂഷയിൽ അതിന്റെ അടിവരയിട്ട് പറയുമ്പോൾ അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവ് എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. കർത്താവ് പറഞ്ഞു, ഞാൻ കൽപ്പിക്കുന്നത് ചെയ്യുന്നതിനെയാണ് സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ അത് അവർ തമ്മിൽ എപ്പോഴും ആ സ്നേഹത്തിന്റെ ബന്ധം വരുമ്പോൾ ഏതറ്റം വരെയും ഒരു സ്നേഹിതനെ രക്ഷിപ്പാൻ കൂടെ നിൽക്കുന്ന കാണുന്നുണ്ട്. നമുക്ക് സ്നേഹിതന്മാരുടെ ബന്ധമാണ്. പ്രാർത്ഥനയുടെ ബന്ധത്തിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്, ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതന്റെ വീട്ടിൽ പോയി അപ്പം വായ്പ വാങ്ങാൻ വേണ്ടി പോകുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്നേഹിതൻ ചെന്ന് അവന്റെ കതകിന് മുട്ടുമ്പോൾ അവിടെ അവൻ എഴുന്നേറ്റ് കൊടുക്കുന്നില്ല. കാരണം എഴുന്നേറ്റ് കൊടുക്കാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇവൻ സ്നേഹിതനായതുകൊണ്ട് അവൻ അകത്ത് കിടന്നവൻ പറയുകയാണ്, എനിക്ക് എഴുന്നേറ്റ് വരാൻ ബുദ്ധിമുട്ടുണ്ട്, കുഞ്ഞുങ്ങൾ എന്നോട് കൂടെ കിടക്കുന്നു. അവൻ പറയുമ്പോൾ ഈ വന്നു നിൽക്കുന്ന, അകത്ത് കിടക്കുന്നത് സ്നേഹിതനാണ്, പുറത്ത് നിൽക്കുന്നത് സ്നേഹിതനാണ്. അപ്പൊ ഈ നിന്ന് മുട്ടുന്നവന് ഒരു ലജ്ജയുമില്ല. കാരണം അവനറിയാം എൻ്റെ സ്നേഹിതനാണ് അകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും അതവനൊരു ഡിസ്റ്റർബ് ആകത്തില്ല. പ്രിയപ്പെട്ടവർ, നമ്മൾ വിചാരിക്കും ഇതൊക്കെ ശല്യമായിത്തീരുമല്ലോ എന്ന്, അല്ലേ? ശല്യമായിത്തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് അങ്ങനെ ഒരു ചിന്ത വരും. ഇപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഇത് പരസ്പരം അറിയാം ഇതൊരു ശല്യമല്ലെന്നുള്ളത്. ചില വിചാരിക്കുന്നത് അങ്ങനെ ഒരു ചിന്താഗതി വരും, ഞാൻ അവരെ ശല്യപ്പെടുത്തുന്നില്ല. എന്നാൽ അവന്റെ അടുക്കൽ വന്ന ആവശ്യത്തിന് വേണ്ടി, അവരെ തീറ്റിപ്പോറ്റുവാൻ വേണ്ടി
ആ സ്നേഹിതൻ എഴുന്നേറ്റ് പോയി. അവനറിയാം എൻ്റെ സ്നേഹിതന്റെ കൈവശമുണ്ട്. ഞാൻ അവിടെ ചെന്ന് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടുമെന്നുള്ളൊരു മനോഭാവത്തിലാണ് ഞാൻ പോയത്. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കഥന് മുട്ടിക്കഴിഞ്ഞപ്പോൾ അകത്തു നിന്നുള്ള മറുപടി കിട്ടിയത്, നീ അവിടെ നിന്ന് മുട്ടിക്കോ, ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഇവൻ സ്നേഹിതൻ പോയില്ല. കാരണം ഇത് കൊടുത്തില്ലെങ്കിലും ഈ വന്നവന്റെ സ്നേഹം പോകത്തില്ലെന്ന് അകത്തുള്ളവൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് എഴുന്നേക്കാഞ്ഞത്. ദൈവമക്കളെ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് തരാത്തതിന്റെ കാരണം ദൈവത്തിന് അറിയാം, കൊടുത്തില്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മക്കൾ എന്നെ വിട്ടുപോകത്തില്ല. കാര്യം മനസ്സിലായല്ലോ? നമുക്ക് കാര്യങ്ങൾ കിട്ടുന്നതുകൊണ്ട് മാത്രമല്ല സ്തോത്രം പറയുന്നത്, അതിന് വേണ്ടിയല്ല നമ്മൾ സ്തോത്രം ചെയ്യുന്നത്. ദൈവത്തിനറിയാം കൊടുത്തില്ലെങ്കിലും അവൻ പോകത്തില്ല, അവന് ലജ്ജയില്ല, അവൻ എൻ്റെ സ്നേഹിതനാ, അവൻ മുട്ടിക്കോട്ട്, അവന് വേണ്ടി ഞാൻ കഥ തുറക്കും. രാത്രിയിൽ പ്രിയപ്പെട്ട ഒരു കാര്യങ്ങൾ മനസ്സിലാകണം. പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് എത്രയോ പേര് ഈ വിശ്വാസത്തിന് വിട്ടുപോയിട്ടുണ്ടെന്നറിയാമോ? അവരൊക്കെയും വിചാരിച്ചത് ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാം കൈ കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ദൈവത്തിന് എല്ലാവരെയും അറിയാം. ദൈവത്തിനറിയാം പുറമെ നിന്ന് മുട്ടുന്ന ആരാണെന്നറിയാം. എന്ന് രാത്രിയിൽ സ്വർഗത്തിരിക്കുന്ന ദൈവസന്നിധിയിൽ ഞാനും നിങ്ങൾ മുട്ടിപ്പായി പറയുന്ന പല വിഷയങ്ങളും ഉണ്ട്. കിട്ടാത്തതിന്റെ പേരിൽ നീരസപ്പെട്ടിട്ടുണ്ടെങ്കിൽ യഥാർത്ഥമായ സ്നേഹം നമുക്കില്ല കേട്ടോ. നമ്മുടെ സ്നേഹം എന്നുള്ളത് ഈ ഭൂമിയിലെ കൊടുക്ക വാങ്ങൽ എന്നുള്ളതല്ല. അതുകൊണ്ടാണ് ആ സ്നേഹിതൻ അവിടെ എഴുന്നേക്കാതിരുന്നതും. അവനകത്ത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പുറത്തു നിന്നവനും അവനും സ്നേഹിതനാ. ഇവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഇവർ തമ്മിൽ ഒരു ഐക്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് മനസ്സിലായില്ല. എന്താണെന്ന് വെച്ചാൽ, ഞാൻ എഴുന്നേറ്റ് കൊടുത്തില്ലേലും വെളിയിൽ നിൽക്കുന്നവൻ അവന് പണങ്ങത്തില്ല. അയ്യോ, നമ്മളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥമായ സ്നേഹമല്ലെങ്കിൽ ഒരൊറ്റ വാക്ക് ഒന്ന് മുട്ടി കൊടുത്തില്ല, പിന്നെ മേലിൽ കണ്ടാൽ പോലും മിണ്ടത്തില്ല. ഞാൻ നിന്റെ വീട്ടിൽ വന്ന് മുട്ടിയിട്ട് നീ എനിക്ക് തന്നില്ലല്ലോടാ എന്ന് പറഞ്ഞ 100 പേരോടെ വിളിച്ചു പറയും, അല്ലേ? ഞാൻ അവനെ സ്നേഹിച്ച് നടന്നതാ, കൊണ്ടു നടന്നതാ, ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ ഒരാവശ്യത്തിൽ ചെന്ന് ഞാൻ അവനെ മുട്ടിക്കഴിഞ്ഞപ്പോൾ, ശരിയല്ലേ, അതാണുള്ള സ്നേഹമെന്ന് ചോദിക്കും. അല്ല, അതല്ല പ്രിയപ്പെട്ടവരെ. ക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലാക്കണം, യഥാർത്ഥമായ സ്നേഹം മനസ്സിലാക്കണം. യഥാർത്ഥമായി അങ്ങോട്ടും ഇങ്ങോട്ടും അറിവുള്ളവരാണെങ്കിൽ, ഒരാൾ ആരാണെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ ശത്രുവിന് അതിൻ്റെ അകത്ത് പ്രവർത്തിക്കാൻ കഴിയത്തില്ല, അവൻ ഇടപെടാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ ശത്രു ഇടപെടാതിരിക്കുവാനുള്ള ഒരു ജീവിതത്തിന് ഉടമയാറ്റണമെങ്കിൽ തികഞ്ഞ സ്നേഹമുണ്ടായിരിക്കണം, അവിശ്വാസം ഉണ്ടാകാൻ പാടില്ല. ആ ഒരു വിശ്വാസം, അതെ, എൻ്റെ ദൈവം എനിക്ക് തന്നാലും തന്നില്ലെങ്കിലും ഞാൻ അവൻ്റെതാ. രാത്രിയവർക്ക് പറയാൻ കഴിയും. ശത്രുക്ക് മെശാബ് എന്നൊക്കെ പറഞ്ഞു, അതെ, ഞങ്ങളെ തീയിലിട്ടിട്ട് ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ദൈവം അവൻ തന്നെയാ. ഇസ്രായേലിന്റെ ദൈവം എൻ്റെ ദൈവമാ. ഞങ്ങൾ ഇതിനു മുമ്പിൽ എന്ത് ചെയ്യത്തില്ല, വിട്ടുമാറത്തില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാത്രിയിലും നമുക്ക് പറയാൻ സാധിക്കണം, എൻ്റെ കർത്താവുമായിട്ട് എനിക്ക് ഐക്യതയുണ്ട്. ഈ ലോകത്തിൽ ഏത് വിഷയം വന്നാലും, അത് ഞാൻ എൻ്റെ പ്രാർത്ഥനയൊന്നും കേട്ടിട്ടില്ലെങ്കിലും, അപേക്ഷയൊന്നും കേട്ടിട്ടില്ലെങ്കിലും, എൻ്റെ സ്നേഹം കുറയുകയല്ല, ഞാൻ ഇനിയും മുട്ടിക്കൊണ്ടേയിരിക്കും. 2024 മുട്ടിയത് കൊണ്ട് നീ അതൊരു കിട്ടാത്തത് കൊണ്ട് ഭാരപ്പെട്ടു പോകരുത്. നീ വിചാരിക്കരുത് ഒരു ശല്യമാണെന്ന് വിചാരിക്കരുത്. എൻ്റെ ദൈവത്തിന് ശല്യമല്ല. അകത്ത് കിടക്കുന്ന അവൻ പറഞ്ഞില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കും, നീ ഇവിടുന്ന് പോടാ എന്ന് പറഞ്ഞില്ല. അതാണ് സ്നേഹം. മനസ്സിലായോ? അകത്ത് കിടക്കുന്നവന്റെ മക്കൾ കൂടെ ഉണ്ടെന്നാ പറഞ്ഞത്. ഇവിടെ നിന്ന് കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ശല്യപ്പെടുത്താതെ കുഞ്ഞുങ്ങളുണ്ടെന്നറിഞ്ഞപ്പോൾ ആ സാഹചര്യത്തെ കണ്ടുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത്, അവൻ ആദ്യം കൊട്ടിയതുപോലല്ല കൊട്ടിയത്. അവൻ മൃദുസ്വരത്തിൽ കൊട്ടി, ഞാൻ പോയിട്ടില്ല, ഇവിടെ ഉണ്ടെന്നറിയിച്ചതുപോലെ ഇന്ന് ഈ രാത്രിയിലും ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ഈ ദിവസങ്ങളിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള റിപ്ലൈ വന്നാലും മാറിപ്പോകരുത്. ഇന്ന് രാത്രി ദൈവസ്നേഹം വെളിപ്പെടുവാൻ വേണ്ടി നാം അവനെന്ത് ചെയ്തു, പുറത്ത് നിന്ന് കുഞ്ഞുങ്ങൾ ഉണരരുത്. പക്ഷേ എൻ്റെ കാര്യം നടക്കണം, എൻ്റെ സ്നേഹിതനകത്ത് കിടക്കുന്നത്. അവൻ എഴുന്നേറ്റ് കൊടുത്തു. അവസാനം ഈ ശല്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുകയല്ല ചെയ്തത്. ആണോ? അങ്ങനെയല്ല. എടാ, നീ വന്ന് എന്നെ ശല്യപ്പെടുത്തിയെന്നല്ല പറഞ്ഞത്, ആ സ്നേഹം വെളിപ്പെടുത്തി. ഇതാണ് യഥാർത്ഥമായ സ്നേഹം. രാത്രിയിൽ ആ സ്നേഹം നമുക്കുണ്ടോ? കർത്താവ് പറഞ്ഞ ഉപമയുടെ ആ കാര്യം മനസ്സിലായോ? നമ്മൾ ഒരുപക്ഷെ അതിന്റെ അർത്ഥവും കാര്യങ്ങളും യഥാർത്ഥം രീതി മനസ്സിലാകാതെ പോകാറുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, വിശ്വാസത്തിൽ വന്ന അന്ന് മുതൽ ഒരുപക്ഷെ
പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും അന്നേരം മറുപടി കിട്ടിയിട്ടില്ല. എന്നാൽ എൻ്റെ ദൈവം മറന്നു കളയത്തില്ല. അവൻ മറന്നു കളയാത്തവന. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ അപേക്ഷ നിരസിക്കാത്ത എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കും. അവൻ എൻ്റെ ദൈവമായതുകൊണ്ട്, ഞാൻ അവനെ സ്നേഹിക്കുന്നുകൊണ്ട്, അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നീ ഞങ്ങൾക്ക് തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരുവാൻ ഈ വിഷയങ്ങൾക്കൊന്നും കഴിയത്തില്ല. അതാണ് യഥാർത്ഥമായ സ്നേഹം. ആ സ്നേഹമാണ് ഇവിടെ വെളിപ്പെടേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ശല്യപ്പെടുത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കഥക് വലിച്ചു തുറന്നു കൊടുക്കുകയല്ല ചെയ്തത്. അവൻ ചോദിച്ചതിനേക്കാൾ എത്ര ഞാൻ മറന്നുപോയി, 3-5 ചോദിച്ച് അറിയത്തില്ല. അവൻ ചോദിച്ചതിനേക്കാൾ എത്രയോ കൂടുതൽ അരിശപ്പെട്ടല്ല കൊടുത്തത്. ആ ചോദിച്ചത് കഥ തുറന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നത് രണ്ടുപേരും നമ്മൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. രാത്രിയിൽ അതാണ് യഥാർത്ഥമായ സ്നേഹം. അവൻ ചോദിച്ചതിനേക്കാൾ അധികമായിട്ട് കൊടുത്തു. അതുകൊണ്ട് കർത്താവിന്റെ സ്നേഹം വെളിപ്പെടുവാൻ സമയമായതുകൊണ്ട്, ദൈവത്തിന്റെ സമയമായി. പല നാളുകൾ ചോദിച്ചിട്ടുണ്ട്, ഒറ്റപ്പെട്ടു പോയോ, ആരുമില്ലേ, ആരും കരുതുന്നില്ലല്ലോ, ആരും അംഗീകരിക്കുന്നില്ലല്ലോ, ഒന്നും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മുട്ടിപ്പായി കരഞ്ഞ പ്രാർത്ഥിച്ച വിഷയങ്ങളുമേൽ ദൈവം എഴുന്നേറ്റ് ഈ 2025 ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന വർഷമാക്കി തീർക്കുവാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിരന്തരമായി അപേക്ഷിച്ച് മുട്ടിയ കാര്യത്തിൽ മേൽ ഒരു ലക്ഷ്യം കൂടാതെ മുട്ടിച്ചത് നിമിത്തമായി പിതാവാം ദൈവത്തിന്റെ സ്നേഹമുള്ള പുത്രനായ ക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവസ്നേഹപ്രകാരം അവൻ എഴുന്നേൽക്കും കൊട്ടോ. നിന്നെ ആട്ടി ഓടിച്ചു വിടത്തില്ല. വേറെ ആരുടെയെങ്കിലും വീട്ടിലാണെങ്കിൽ അവിടുന്ന് ഓടിപ്പോകേണ്ടി വരും. എന്നാൽ എൻ്റെ ദൈവത്തിന് മുമ്പാകെ എത്ര പറയാൻ സാധിക്കും, എൻ്റെ ദൈവത്തിന് മുമ്പാകെ മുട്ടുമടക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കും, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി എഴുന്നേൽക്കും. എല്ലാ കരങ്ങളും ഉയർത്തി ദൈവത്തിന് രാത്രി സ്തോത്രം ചെയ്താട്ട് യഥാർത്ഥമായ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുവാൻ പോകുന്ന ദിവസങ്ങളായിരിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഭാരപ്പെട്ടു പോയിട്ടില്ലേ, നീരസപ്പെട്ടു പോയിട്ടില്ലേ, അതെ ഭയപ്പെട്ടു പോയിട്ടില്ലേ, അതെ പലപ്പോഴും നാം വല്ലാതെ വിഷമിച്ചു പോയില്ലേ, അകത്തൊണ്ടുകൊട്ടോ അതെ എൻ്റെ ദൈവത്തിന്റെ കയ്യിലുണ്ട്. പക്ഷേ അവന് എഴുന്നേൽക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ സ്നേഹം വെളിപ്പെടേണ്ടിയിരിക്കുന്നു. അത് വെളിപ്പെട്ട് കഴിയുമ്പോൾ നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ ആത്യന്തം പരമായി നമ്മിൽ ചെയ്യുവാൻ കഴിവുള്ളവൻ ഇന്നും ഈ രാത്രിയിൽ വ്യാപരിക്കുന്നു. അവന്റെ ആത്മാവ് വ്യാപരിക്കുന്നതിനായി രാത്രിയിൽ സ്തോത്രം ചെയ്യണം. സ്തോത്രം ചെയ്യുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഇന്ന് രാത്രി നിന്റെ ഞാൻ നിങ്ങൾ കഥകിനെ മുട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ അവസാനത്തെ മുട്ടുമ്പോൾ എന്ന് വിചാരിച്ചു, ഇന്ന് നേരം വെളുത്താലും കുഞ്ഞുങ്ങൾ അവരുറങ്ങിക്കോട്ടെ, അവരുറങ്ങി രാവിലെ എഴുന്നേൽക്കുമല്ലോ, പക്ഷേ ഞാൻ വന്നിരിക്കുന്ന കാര്യം കൊണ്ടേ ഞാൻ മടങ്ങിപ്പോയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നതുപോലെ ലജ്ജ കൂടാതെ മുട്ടിക്കുന്ന ദൈവമക്കളെ ദിവസങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി വാതിൽ തുറക്കുവാൻ പോകുന്ന ദിവസങ്ങളാകിയാൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ആത്മാവിൽ ദൂത് അറിയിക്കുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അപ്പൊ ഇവിടെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ വിവിധ സ്ഥലങ്ങളിലുള്ള നിരവധി കാര്യങ്ങൾ കർത്താവ് ഉപമകളായി പറഞ്ഞിരിക്കുന്നത് നിങ്ങളെല്ലാം ബന്ധപ്പെട്ട് ശിഷ്യന്മാരെല്ലാം പഠിപ്പിച്ച കർത്താവ് അവസാനമായി ഇതെല്ലാം ഓർപ്പിച്ച് അവരെ ഉണർത്തി യഥാർത്ഥമായ കാര്യങ്ങളെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുകയാണ്. ദാസന്മാരെന്ന് ഞാൻ പറഞ്ഞു തന്റെ സ്നേഹിതൻ തന്നെ യജമാനൻ ചെയ്യുന്നത് ദാസനറിയായിക്കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്നിനെ പറയുന്നില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ദാസനായിരിക്കട്ടെ, അവിടുത്തെ യജമാനൻ കടന്നു പോകുമ്പോൾ അവര് നമ്മളോടൊന്നും പറയത്തില്ല. ഇപ്പം ഞാനൊരു വീട്ടിലെ ദാസനാണെങ്കിൽ യജമാനൻ പോകുമ്പോൾ എൻ്റെ ദൗത്യം കഥ തുറന്നു കൊടുക്കുക, കാറ് കയറ്റി അവരെ വിടുക. അവരെവിടെയാ പോകുന്നത് ചോദിച്ചാൽ ബാങ്കിൽ പോകാന്ന് പറയും. എത്ര രൂപ എടുക്കാൻ പോകുന്നുണ്ടോ പറയൂ? പറയത്തില്ല. പറയൂ. വീട്ടിൽ നിൽക്കുന്ന വേലക്കാരനോട് യജമാനായിരിക്കുന്ന കൊച്ചമ്മയും യജമാനും പോകുമ്പോൾ ഞങ്ങൾ ഇന്നടത്ത് പോവുക, ഇത്ര രൂപ പിൻവലിക്കാൻ പോകുന്നതോട് പറയൂ? പറയത്തില്ല. പറയൂ? ആരും പറയത്തില്ല. രഹസ്യങ്ങളൊന്നും പറയത്തില്ല. അവനോട് ജോലി ചെയ്തോണം. വരുമ്പോൾ ചോദിക്കുവോ യജമാനോട് എത്ര രൂപ എടുത്തോണ്ട് വന്ന് ചോദിക്കുവോ? പറയൂ? പറയത്തില്ല. അതോടെ കഥ പറഞ്ഞത് ദാസൻ അറിയേണ്ടത് മാത്രം അറിഞ്ഞാൽ മതി. ഈ ചില ദൗത്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ
ആ ദൗത്യങ്ങൾ പോകുമ്പോൾ കൂടെ പോകുന്നവർ ഒന്നും അറിയത്തില്ല, എവിടെയാ പോകുന്ന പോലും അറിയത്തില്ല. അത് അറിയേണ്ടവർ മാത്രമേ അറിയത്തുള്ളൂ. ബാക്കിയുള്ള ദാസന്മാര്, കമാൻഡിങ് ഉള്ളവർ മാത്രമേ അറിയൂ എവിടെയാ പോകുന്നുള്ളൂ, എന്തിനാ പോകുന്നുള്ളത്. അത് കഥ പറഞ്ഞത്, ഈ യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായിക്കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. കഥ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുകയാണ്. പറഞ്ഞാൽ എന്തിനു വന്നു, എന്താണ് എൻ്റെ ഉദ്ദേശം, പിതാവ് എന്നെ അയച്ചതെന്തിനു വേണ്ടിയാണ് എന്നതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഈ സ്നേഹിതന്മാരായിരിക്കുന്ന കർത്താവ് പറഞ്ഞു കൊടുത്തു. കർത്താവ് യൂദയും വിളിച്ചു സ്നേഹിത എന്നാണ് വിളിച്ചത്. അവനെ വെട്ടിക്കൊടുക്കാൻ വരുന്ന സമയത്തും കർത്താവിനെ വിളിച്ചത് സ്നേഹിത എന്നാണ് വിളിച്ചല്ലേ, ശത്രു എന്നാണ് വിളിച്ചത് അല്ല. അവനെ വെട്ടിക്കൊടുക്കാൻ വരുന്ന സമയത്ത് യേശു അവനെ വിളിച്ചത് സ്നേഹിത എന്നാണ് വിളിച്ചത്. അപ്പോൾ യേശു അവസാനത്തോളം അവരെ സ്നേഹിച്ചു. പക്ഷേ ആ സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്ത യൂദ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ ഇടയാത്തത് എന്നാണ് നമുക്ക് ഇവിടെ ഈ ദൈവനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. സ്നേഹിതന്മാർ കർത്താവ് പറഞ്ഞു. അപ്പൊ അവനോട് പറഞ്ഞിരുന്നു. പക്ഷെ അവൻ പോയ ശേഷമാണ് മർമ്മമേറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ കർത്താവ്, സ്നേഹിത, നീ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനാ, പക്ഷേ നീ വഴിതെറ്റിപ്പോയി. നീ എൻ്റെ ശത്രുവായി തീർന്നുവെങ്കിലും എൻ്റെ സ്നേഹം ഇപ്പോഴും നിന്നോട് സ്നേഹിതനെന്നുള്ളതാണ്. മനസ്സിലായോ? പിടികിട്ടിയോ? മനസ്സിലായോ? യേശു യൂദയൊക്കെ നോക്കിയപ്പോൾ, യൂദയെ കണ്ടപ്പോൾ ആ ഭാഗം ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് വിളിച്ചത്. യൂദയെ വിളിച്ചത് ശത്രു എന്നാണ് വിളിച്ചതല്ല. അവിടെ വിളിച്ചത് പഴയ നിയമത്തിലാണെങ്കിൽ ശത്രു എന്നാണ് വിളിക്കുന്നത് അല്ലെ. പ്രവാചകന്മാർ, രാജാക്കന്മാർ, മറ്റുള്ളവർ ശത്രു എന്നാണ് വിളിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ ആ യേശുവിനോട് കൂടെ നടന്ന യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ ദൈവം അവനോട് ചോദിക്കുന്നത്, സ്നേഹിത, നീ ചുംബനം കൊണ്ടോ എന്നെ ഒറ്റിക്കൊടുക്കുന്നതാണ്. അവിടെ ഭാഗവടത്തെങ്കിലൊന്ന് അറങ്ങിൽ കിടക്ക് വായിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് യൂദയുടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, യൂദയെ യേശു സ്നേഹിത എന്നാണ് വിളിച്ചത്, ശത്രു എന്നല്ല വിളിച്ചത്. കാരണം കർത്താവ് അവനെ സ്നേഹിച്ചിരുന്നു, അവസാനത്തോളം സ്നേഹിച്ചിരുന്നു. പക്ഷേ അവൻ ആ സ്നേഹം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുക മാത്രമല്ല ചെയ്തത്, ശത്രുവായി വന്നപ്പോഴും അവനെയും യേശു സ്നേഹിച്ചു എന്നാണ് ദൈവനം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അത് നമുക്കത് പിന്നീടത് മനസ്സിലാകുന്നത് ബൈബിളിലുള്ള കാര്യമാണ്. അതുകൊണ്ട് യേശു അവനെ സ്നേഹിച്ചു, പക്ഷെ ആ സ്നേഹം അവന് തിരിച്ചറിയാൻ കഴിയാതെ പോയി. അതാണ് പലപ്പോഴും ഉണ്ടാകുന്ന വ്യത്യസ്തത കാര്യം. അതാണ് കർത്താവിനെ സ്നേഹിച്ചു, അതുകൊണ്ട് സ്നേഹിത എന്ന് പറഞ്ഞിരിക്കുന്നത്, സ്നേഹിതൻ എന്നാണ് പറഞ്ഞത്. ശത്രു എന്നല്ല വിളിച്ചത്. അവൻ ശത്രുവായിട്ട് വന്നപ്പോൾ, കുതികാൽ ചവിട്ടി വന്നപ്പോൾ, അവൻ ചതിയനായി വന്നപ്പോൾ യേശു അവനെ സ്നേഹിത എന്ന് വിളിച്ചത് അവന്റെ സ്നേഹം വെളിപ്പെടുത്തിയതാ. അതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. അങ്ങനെ അത്രമാത്രം ഒരു സ്നേഹം നമുക്കുണ്ടോ, നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇതാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ തികവിലേക്ക് എത്തുക എന്നുള്ളത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എനിക്കതിൽ ഒരു കണിക പോലും എന്നിലില്ല. യേശുവിന്റെ സ്നേഹത്തിന്റെ ഒരു കണിക പോലും എനിക്കില്ല. എനിക്കെതിരെ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അവരോട് വൈരാഗ്യവും വാശിയും ഒക്കെ പിടിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കും തോറുമാണ് എൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നത്. എത്ര പേർക്ക് മാറ്റം വരും പ്രിയപ്പെട്ടവരെ? നമ്മളെ ഉപദ്രവിക്കുന്നവരെ, നമ്മളെ എതിർക്കുന്നവരെ, നമുക്കൊരു സ്ഥാനം തരാതെ നമ്മളെ തട്ടിമാറ്റുന്നവരെ ഒക്കെ കാണുമ്പോൾ അത് സ്നേഹിത എന്ന് വിളിക്കാനുള്ള ഒരു മനോഭാവത്തിലേക്ക് മാറുവാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ വചനം ഇവിടെ കർത്താവ് പറഞ്ഞു, ഈ ദാസൻ ചെയ്യുന്നത്, യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല, ദാസന്മാരെന്ന് വിളിക്കുന്നില്ല. ഞാൻ യജമാനനാണ്, ഞാൻ സകലത്തിൻ്റെയും ഉടമസ്ഥനാണ്. ഞാൻ വന്നത് നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഞാൻ ലോകത്തെ സ്നേഹിച്ചു വന്നതാ, മനുഷ്യനെ സ്നേഹിച്ചു വന്നതാ. എല്ലാ കാര്യങ്ങളും യേശു വെളിപ്പെടുത്തി. രാത്രിയിൽ നാം എത്ര ഭാഗ്യമുള്ളവരാണെന്ന് അറിയാമോ? സ്വർഗത്തിന്റെ മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, അവൻ നമ്മളോട് വെളിപ്പെടുത്തി തരുന്നത് നാം ദാസന്മാരല്ലാത്തത് കൊണ്ടാണ്. പഴയ നിയമത്തിന്റെ ദാസ പദവിയിൽ നിന്ന് അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ, അബ്രഹാമിനെ കുറിച്ച് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവൻ എൻ്റെ ദാസനാണ്, അല്ല അവൻ എൻ്റെ സ്നേഹിതനാണ്. അതുകൊണ്ട് സൊദോം ഗൊമോറ നശിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ ആ കാര്യം പറയാതിരിക്കത്തില്ല. എൻ്റെ സ്നേഹിതനായിരിക്കുന്ന അബ്രഹാമോട് ഞാൻ പറയാതിരിക്കത്തില്ല. അബ്രഹാമിന്റെ വീട്ടിൽ ചെന്ന്
ആഹാരമൊക്കെ കഴിച്ചിട്ട് പോകാൻ നേരത്ത് അവർ 3 പേരും കൂടെ പോകുന്ന സമയത്ത് പറഞ്ഞു, അവൻ എൻ്റെ സ്നേഹിതനായതുകൊണ്ട് ഞാൻ അബ്രഹാമിന് അത് പറഞ്ഞു കൊടുക്കുമെന്ന് പറയാനിടയാത്തത്. ഞാൻ പറഞ്ഞത്, സ്നേഹിതൻ ആണ്, ചതിക്കത്തില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ യഥാർത്ഥ സ്നേഹിതന്മാരോട് കാര്യങ്ങൾ പറയും ഇന്നതാണെന്നുള്ളത്. എന്നാൽ യഥാർത്ഥമായ സ്നേഹിതർ അല്ലെങ്കിൽ എന്ത് ചെയ്തില്ല പറയുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് ദാസന്മാർ അറിയേണ്ട ആവശ്യമില്ല, യജമാനൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല. പഴയ നിയമത്തിൽ യജമാനനും ദാസനും എന്നുള്ള നിലവാരത്തിൽ ദൈവം ഇടപെട്ടെങ്കിൽ അത് ചുരുക്കം ചിലരുടെ പേര് മാത്രമേ ഒരു സ്നേഹിതന്റെ പദവിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ പുതിയ നിയമത്തിൽ വന്നപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയുക, നിങ്ങളോട് ഞാൻ എല്ലാം അറിയിക്കുന്നത് നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരായതുകൊണ്ടാണ്. അപ്പോൾ ആ സ്നേഹിത പദവിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ കൊണ്ട് നിൽക്കുകയല്ല, അത് സഹോദര പദവിയിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ വളർച്ചയിലേക്ക് ആ സ്നേഹം വർദ്ധിക്കുവാനിടയായിരുന്നു. അതാണ് നമ്മൾ തുടർന്ന് വായിക്കുന്നത്. ഇപ്പൊ വേദത്തിൽ ഞാനിന്ന് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ സ്നേഹിതന്മാർ എല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കയ്യിൽ ഈ പുസ്തകം എഴുതി തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറയാം, ഈ പുസ്തകം എടുക്കുമ്പോൾ പറയണം, അതെ ഞങ്ങൾ ദൈവത്തിന്റെ സ്നേഹിതന്മാരായതുകൊണ്ടാ. അതെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മനുഷ്യായതുകൊണ്ടാണ് ഈ 66 പുസ്തകങ്ങളും എഴുതി ലോകത്തിൽ ദൈവം തന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ വരാനുള്ള സംഭവങ്ങളെക്കുറിച്ചും കഴിഞ്ഞ കാല കാര്യങ്ങളെക്കുറിച്ചും മനുഷ്യന്റെ ആർമൂലം അവന്റെ അവസാനം വരെ നിത്യതയുള്ള വിഷയത്തിലുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി ദൈവവചനം നമ്മുടെ കൈകളിൽ തന്നിരിക്കുന്നത് ദൈവം ലോകത്തെ സ്നേഹിച്ചതുകൊണ്ടാ, മനുഷ്യനെ സ്നേഹിച്ചതുകൊണ്ടാ. അതുവരെയും മർമ്മമായിരുന്ന പല വിഷയങ്ങളും ആർക്കും മനസ്സിലാകാതിരുന്ന, വെളിപ്പെടുത്താതിരുന്ന, ദൂതന്മാർക്കാർക്കും വെളിപ്പെടുത്താതിരുന്ന ദൈവ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മൾ പഠിക്കണ്ടേ, ദിവസങ്ങൾ മനസ്സിലാക്കണ്ടേ, നാം അത് ചിന്തിക്കേണ്ടേ. എന്തിനു വേണ്ടിയാ നാം ചിന്തിക്കുന്നത്? ദൈവം രഹസ്യമായി വെച്ചിരുന്ന, ലോകസ്ഥാപനത്തിന് മുമ്പ് വെച്ചിരുന്ന സകല കാര്യങ്ങളെയും കഥ വെളിപ്പെടുത്തരുന്നത് നമ്മളെ അവൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ എത്ര കഴിയും? ദൈവം പഠിക്കും തോറും, വചനം വായിക്കും തോറും, ദൈവത്തെ ആരാധിക്കും തോറും, നമ്മൾ അവനെ കൂടുതൽ അറിയും തോറും നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന എല്ലാം വെളിപ്പെടുത്തരുന്നത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. കഥ പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്ത് എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു. ഈ ലോകത്തിലുള്ള എല്ലാ ഫലങ്ങളും പൊഴിഞ്ഞു പോകുന്നതാ, അല്ലെ? പ്ലാവിൽ അതിന്റെ ഫലം കുറച്ച് കഴിയുമ്പോൾ പഴുത്ത് അത് അറ്റുപോകും, ഇല്ലാതായിത്തീരും. മാവിൽ മാങ്ങ ഉണ്ടായാൽ അത് നിലനിൽക്കത്തില്ല. തെങ്ങിൽ തേങ്ങ ഉണ്ടായാൽ ആ ഫലം താഴെ വീഴും. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങളുടെ ഫലം നിലനിൽക്കുന്ന ഫലമാ. ആത്മാവിന്റെ ഫലം, സ്നേഹത്തിന്റെ ഫലം നിലനിൽക്കുന്നതാ. നിത്യതയോളമുള്ള ആ ഫലത്തിന് വേണ്ടിയ കഥ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. യേശു ക്രിസ്തു നമ്മളെ തിരഞ്ഞെടുത്തതിനെ കുറിച്ച് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എൻ്റെ 1-ാം അധ്യായം 26, 29 വാക്യങ്ങൾ വായിച്ച് സമയം പോയതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ സന്ദേശം അവസാനിപ്പിക്കും. ഇത് വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. അത് വായിച്ച് മാത്രം ഞാൻ അതേക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വിരാമം വിടുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 26, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മ ആക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികഷ്ടവുമായതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് വേണ്ടി. രാത്രി പറ, ഞാൻ ലോകത്തിൽ ഒരു ഭോഷനായിരുന്നു. അതെ, ഭോഷത്വമായിരുന്നു. നമ്മുടെ എല്ലാം ഭോഷത്വമായിരുന്നു ചെയ്തു പോയത്. നമ്മുടെ ആരാധന, നമ്മുടെ ജീവിതം, നമ്മുടെ ചിന്തകളെല്ലാം ഭോഷത്വമായിരുന്നു. ദൈവമായ കർത്താവ് ആ ഭോഷത്വം ചെയ്തുകൊണ്ടിരുന്ന നമ്മെ ദൈവം, പലരും ഭോഷത്വത്തിലാണെങ്കിലും ജ്ഞാനികളാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. എന്നാൽ ദൈവകൃപയാൽ നാം ചെയ്തു പോരുന്ന എല്ലാം ഭോഷത്വമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ക്രിസ്തുവിന്റെ വിളിയിൽ ആ തെരഞ്ഞെടുപ്പിൽ വരുവാൻ നമുക്കിടയായി തീർന്നു. ഈ ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തെരഞ്ഞെടുത്തു. പലരും ബലവാന്മാരാണെന്ന് ധരിച്ചു പോകുമ്പോൾ, പണമുണ്ടെന്നും സമ്പന്നതയുണ്ടെന്നും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് അവർ ജീവിക്കുമ്പോൾ ദൈവമായ കർത്താവിനെ പറഞ്ഞ, കർത്താവേ, ബലഹീനനാണ് ഞാൻ. എൻ്റെ മൂക്കിലെ ശ്വാസം ഏത് നിമിഷം വേണമെങ്കിലും വിട്ടുപോയാൽ ഞാൻ പൊടിയോട് ചേരുവാനുള്ളവനാണ്, ബലഹീനനാണ് എന്ന് മനസ്സിലായപ്പോൾ
ഏത് മനുഷ്യൻ ഒരു ഉറച്ചെന്നാലും ഒരു ശ്വാസമത്രേ എന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവസന്നിധിയിൽ പറഞ്ഞു, ഞാൻ ബലഹീനനാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ ഒരുപാട് തീർന്നു. മൂന്നാമത് പറയുന്നത്, ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. കഥ പറഞ്ഞു, ദൈവസന്നിധിയിൽ യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലായി, ഇവിടെ കുലഹീനമാ, ഇവിടെ കുലം പറയാനില്ല, ജാതി പറയാനില്ല, ഒന്നുമില്ല. ഈ മണ്ണുകൊണ്ട് തീരുന്നേ ഉള്ളൂ ഇവിടെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ഇവിടെ കൊണ്ട് തീർന്നു പോകുന്നതാണ്, നികൃഷ്ടമാണ്, ഒന്നും ആകർഷിക്കത്തക്കതായിട്ടില്ല, ഏറ്റവും ബലഹീനമാണെന്ന് നാം സമ്മതിച്ചപ്പോഴാണ് നമ്മുടെ ഹൃദയത്തെ കണ്ടുകൊണ്ട് നമ്മളെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാം, അതെ, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായും ഏതുമില്ലാത്ത തെരഞ്ഞെടുത്തു. ദൈവത്തിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതാണ്. നമ്മളെക്കാൾ ശക്തിയുള്ളവർ, ജ്ഞാനികൾ, ബലമുള്ളവർ അനേകർ ലോകത്തിലുണ്ട്. കുലമഹിമയുള്ളവരുണ്ട്, പലരും ഉണ്ടെങ്കിലും അതിൽ നിന്ന് നമ്മെ ഓരോ കുടുംബങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ സന്നിധി നാം സമ്മതിച്ച്, കർത്താവെ, ഞാൻ ഒന്നുമില്ലാത്തവനാ, ബലഹീനനാണ്, കർത്താവെ, എനിക്ക് അറിയേണ്ട പോലും അറിയാൻ കഴിവില്ലാത്തവനാണ്. രാത്രി നമുക്ക് ദൈവത്തിനെ ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ തെരഞ്ഞെടുത്ത് ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. എന്നാൽ നമ്മെ ക്രിസ്തുവിൽ ജ്ഞാനികളാക്കി തീർത്തു, ക്രിസ്തുവിൽ നമ്മെ ബലവാന്മാരാക്കി തീർത്തു, ക്രിസ്തു യേശുവിൽ നമ്മെ അഭിമാനമുള്ളവരാക്കി, അവന്റെ പൗരന്മാരാക്കി തീർത്തു, അവന്റെ കുടുംബമാക്കി തീർത്തു, അവന്റെ ഭവനക്കാരാക്കി തീർത്തു. ആ വലിയ സ്നേഹത്തിനായി സ്തോത്രം. അനേകര് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ബലത്തിലും ജ്ഞാനത്തിലും അവരുടെ കുലമഹിമയിലും അവർ സന്തോഷിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ നമ്മെ ദൈവം തെരഞ്ഞെടുത്ത മുഖാന്തരമായി ക്രിസ്തുവിൽ നാം ജ്ഞാനികളാണ്, യേശു ക്രിസ്തുവിൽ നാം ബലവാന്മാരാണ്, ക്രിസ്തു യേശുവിൽ നാം പൗരത്വമുള്ള അവന്റെ ഭവനക്കാരാണ്. കടലടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ സ്നേഹത്തിനായി, അവന്റെ തെരഞ്ഞെടുപ്പിനായി നിരാത്രിയിൽ സ്തോത്രം ചെയ്യാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്റെ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തത്, അതെ, ഞാൻ ലോകത്തിന്റെ ഭോഷത്വമായതുകൊണ്ടാ. കർത്താവ് എന്നെ തെരഞ്ഞെടുത്തത് ഞാൻ ലോകത്തിന്റെ ബലഹീനമായതുകൊണ്ടാ. ദൈവം എന്നെ തെരഞ്ഞെടുത്ത് ഞാൻ ലോകത്തിൽ നികൃഷ്ടവും ഒന്നുമില്ലാത്തനായതുകൊണ്ടാണ് കർത്താവ് എന്നെ തെരഞ്ഞെടുത്തെന്നാൽ നമ്മെ തെരഞ്ഞെടുത്തത് ഭോഷത്വത്തിന് വേണ്ടിയല്ല, നമ്മെ തെരഞ്ഞെടുത്തത് ബലഹീനതയ്ക്ക് വേണ്ടിയല്ല, നമ്മെ തെരഞ്ഞെടുത്തത് നികൃഷ്ടമായതിനു വേണ്ടിയല്ല, നമ്മെ തെരഞ്ഞെടുത്തത് എന്നേക്കുമുള്ള നിത്യതയിലുള്ള ക്രിസ്തുവേശുമുള്ള തേജസ്സിന്റെ മക്കളാക്കി തീർക്കുവാൻ കർത്താവ് നമ്മളോട് കാണിച്ച തെരഞ്ഞെടുപ്പിനായി സ്തോത്രം ചെയ്യാം. വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.